ഹലോ എവ്രി വൺ, വെൽക്കം ടു പ്രിയാമ്പിൾ എഡ്യൂക്കേഷൻ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മൊഡ്യൂള് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. റൈറ്റ്, ബയോഡൈവേഴ്സിറ്റി. സോ ഈ ഒരു പർട്ടിക്കുലർ മൊഡ്യൂളിൽ നമ്മൾ ബയോഡൈവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ടേംസ് ഉണ്ട്. ലൈക്ക് സ്പീഷീസ് ഈവൻനെസ്, സ്പീഷീസ് റിച്ച്നെസ്, ഇങ്ങനെ കുറേ ടേംസ് ഉണ്ട്. സോ അവയെ പറ്റിയിട്ട് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റിയുടെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി ഇങ്ങനെ ഒരു ബയോഡൈവേഴ്സിറ്റി ലോസ് വരുവാണെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കോൺസിക്വൻസസ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ നമ്മൾ ബയോഡൈവേഴ്സിറ്റിനെ കൺസർവ് ചെയ്യാനായിട്ട് നമ്മുടെ നാഷണൽ ലെവലിലും അതുപോലെ ഇന്റർനാഷണൽ ലെവലിലും ഉള്ള ഇനിഷ്യേറ്റീവ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. റൈറ്റ്, ആൻഡ് ടുവേർഡ്സ് ദ എൻഡ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ന്യൂസിലും അല്ലെങ്കിൽ പ്രാധാന്യം അർഹിക്കുന്ന കുറച്ച് സ്പീഷീസിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പം ടൈഗർ, ലെപ്പേർഡ്, ലയൺ, എലഫന്റ്, അങ്ങനെയുള്ള ന്യൂസിലുള്ള സ്പീഷീസുകളെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഈ ഒരു ഫ്ലോയിലായിരിക്കും നമ്മുടെ ക്ലാസ്സസ് പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വിൽ സ്റ്റാർട്ട് വിത്ത് ദ ഡെഫിനിഷൻസ്. റൈറ്റ്, അപ്പോൾ ആദ്യമേ തന്നെ എന്താ ഈ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്? എന്താ അതിൻ്റെ മലയാള വാക്ക്? ജൈവ വൈവിധ്യം അല്ലേ? സോ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലൈഫ് യു വിൽ ഫൈൻഡ് ഇൻ വൺ ഏരിയ. അതായത് ഒരു ഏരിയയിൽ നമ്മൾ കാണുന്ന എല്ലാവിധ ജീവജാലങ്ങളെയും കൂടെ അല്ലെങ്കിൽ ലൈഫിനെല്ലാം കൂടെ മൊത്തത്തിൽ നമുക്ക് വിളിക്കാൻ പറ്റുന്നതാണ് ബയോഡൈവേഴ്സിറ്റി. റൈറ്റ്, അപ്പോൾ അതിനകത്ത് ഒരുപാട് തരത്തിലുള്ള അനിമൽസ് ഉണ്ടാവും, ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഉള്ള പ്ലാന്റ്സ് ഉണ്ടാവും, ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഉള്ള ഫഞ്ചൈ ഉണ്ടാവും, ചിലപ്പോൾ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഉണ്ടാവും. റൈറ്റ്, അപ്പോൾ എത്ര ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അനിമൽസ് ഉണ്ട്, എത്ര ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട്, എത്ര ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫഞ്ചൈ ഉണ്ട്. റൈറ്റ്, ഇതാണ് ആ ഒരു പ്ലേസിന്റെ ജൈവ വൈവിധ്യത്തെ കൂട്ടുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ബയോഡൈവേഴ്സിറ്റിനെ കൂട്ടുന്നത്. റൈറ്റ്, സോ ഈ ഓരോ ഓർഗാനിസത്തിനും നമ്മൾ പറഞ്ഞിരുന്നു ഒരു എക്കോസിസ്റ്റത്തിൽ എന്താ ഉള്ളത്, ഒരു സിസ്റ്റമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് അല്ലെ? ഒരു സിസ്റ്റമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവർക്ക് എന്തുണ്ട്? ഓരോ ഓർഗാനിസത്തിനും ഓരോ റോളുണ്ട്, ഓരോ ടാസ്ക് ഉണ്ട് ചെയ്യാനായിട്ട്. റൈറ്റ്, ഈ ഓരോ ഓർഗാനിസവും അവർക്ക് നിശ്ചയിച്ചിട്ടുള്ള ടാസ്കുകൾ പൂർണ്ണമായിട്ടും പ്രോപ്പറായിട്ട് നിർവഹിക്കപ്പെടുമ്പോഴാണ് അവിടെ ഒരു ബാലൻസ് ഉണ്ടാവുന്നത്. റൈറ്റ്, എക്കോസിസ്റ്റം ഒരു മെഷീൻ പോലെ, ഒരു എണ്ണയിട്ട മെഷീൻ പോലെ പ്രവർത്തിക്കുന്നതും അതിനൊരു ബാലൻസ് ഉണ്ടാവുന്നതും ഇങ്ങനെ എല്ലാ ഓർഗാനിസംസും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് വർക്ക് ചെയ്യുമ്പോഴാണിത് നടപ്പിലാവുന്നത്. റൈറ്റ്, അപ്പോൾ എത്രത്തോളം ബയോഡൈവേഴ്സിറ്റി ഉണ്ടോ അപ്പോൾ അത്രത്തോളം ഡിഫറെൻറ്റ് അനിമൽസ് ഉണ്ടാവും, ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ഉണ്ടാവും. റൈറ്റ്, അപ്പോൾ അത്രത്തോളം ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഈ അനിമൽസിനും പ്ലാന്റ്സിനും ഒക്കെ അവിടെ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ ബയോഡൈവേഴ്സിറ്റിനെ എങ്ങനെയൊക്കെ നമുക്ക് അളക്കാം, എങ്ങനെയൊക്കെ നമുക്ക് അതിനെ മെഷർ ചെയ്യാം? അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് രീതിയിലാണ് നമ്മൾ അതിനെ മെഷർ ചെയ്യുക. ഒന്നെങ്കിൽ നമുക്ക് സ്പീഷീസ് റിച്ച്നെസ് പറയാം, ഒരു സ്ഥലത്തെ സ്പീഷീസ് റിച്ച്നെസ് പറയാം, അല്ലെങ്കിൽ നമുക്കൊരു സ്ഥലത്തെ സ്പീഷീസ് ഈവൻനെസ് പറയാം. റൈറ്റ്, ഈ രണ്ട് തരത്തിലാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റിനെ മെഷർ ചെയ്യുന്നത്. റൈറ്റ്, ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കിക്കേ. ഒരു കാട്ടില് 10 ടൈഗർ ഉണ്ട്, 100 ഡിയർ ഉണ്ട്. റൈറ്റ്, ജംഗിൾ ബിയില് 20 ടൈഗേഴ്സ് ഉണ്ട്, 200 ഡിയർ ഉണ്ട്. റൈറ്റ്, ജംഗിൾ സിയിലോ 10 ലയൺ ഉണ്ട്, 10 ടൈഗർ ഉണ്ട്, 100 ഡിയർ ഉണ്ട്, 100 വൈൽഡ് ബഫലോസ് ഉണ്ട്. റൈറ്റ്, അപ്പൊ ഇതിനകത്ത് ഈ 3 ABC ജംഗിൾസിലെ ഏറ്റവും അധികം ബയോഡൈവേഴ്സിറ്റി ഉള്ള ജംഗിൾ ഏതായിരിക്കും? ഏറ്റവും കൂടുതൽ അനിമൽസ് ഉള്ള ജംഗിൾ ആയിരിക്കുമോ ബയോഡൈവേഴ്സിറ്റി ഉള്ളത്? അങ്ങനെയാണെങ്കിൽ ബിയും സിയിലും ഏകദേശം നമുക്ക് ഒരേ നമ്പർ ഓഫ് അനിമൽസ് ഉള്ള 220 അനിമൽസ് ആണ് ഉള്ളത്. എയിൽ കുറവാണ്, 110 അനിമൽസേ ഉള്ളൂ. റൈറ്റ്, അപ്പോൾ ഏറ്റവും കൂടുതൽ അനിമൽസ് ഉള്ള ജംഗിൾ അല്ല ബയോഡൈവേഴ്സിറ്റി ഉള്ളത്. എന്താ? ഏറ്റവും അധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള അനിമൽസ് വരുന്ന ജംഗിളാണ് ഏറ്റവും അധികം ബയോഡൈവേഴ്സിറ്റി ഉള്ള ജംഗിൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ജംഗിൾ സി, അവിടെ 10 ലയൺ ഉണ്ട്, 10 ടൈഗർ ഉണ്ട്, 10 ഡിയർ ഉണ്ട്, അതുപോലെ 100 ഡിയർ ഉണ്ട്, 100 വൈൽഡ് ബഫലോസ് ഉണ്ട്. അപ്പൊ എത്ര അധികം സ്പീഷീസ് അവിടെ ഉണ്ടെന്ന് നോക്കിക്കേ. ലയൺ ഉണ്ട്, ടൈഗർ ഉണ്ട്, ഡിയർ ഉണ്ട്, ബഫലോസ് ഉണ്ട്, വൈൽഡ് ബഫലോസ് ഉണ്ട്. അപ്പൊ 4 ഡിഫറെന്റ് സ്പീഷീസ് അവിടെ ഉണ്ട്. സോ ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പീഷീസ് വരുമ്പോഴാണ് ആ ഒരു പർട്ടിക്കുലർ സ്ഥലം മോസ്റ്റ് ബയോഡൈവേഴ്സ് പ്ലേസ് ആയിട്ട് മാറുന്നത്. റൈറ്റ്, സോ നമ്പർ ഓഫ് അനിമൽസ് അല്ല ഇവിടെ ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്പീഷീസ് അല്ല, ഹൗ മെനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പീഷീസ്, അതാണ് ബയോഡൈവേഴ്സിറ്റിനെ കൂട്ടുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഐലൻഡിലായിരിക്കുമോ ബയോഡൈവേഴ്സിറ്റി കൂടുതലായിട്ടുണ്ടാവുക? ബയോഡൈവേഴ്സിറ്റി എവിടെയായിരിക്കും കൂടുതലായിട്ടുണ്ടാവുക? ഒരു ഐലൻഡിലായിരിക്കുമോ?
ഒരു ദ്വീപിലായിരിക്കും ബയോഡൈവേഴ്സിറ്റി കൂടുതൽ? ശരിക്കും കുറവായിരിക്കും അല്ലേ? കാരണം എന്താ, ഈ ദ്വീപിൽ നിന്ന് പുറത്തേക്ക് പോകാനോ പുതിയ അനിമൽസിനെ അവിടേക്ക് വരാനോ അല്ലെങ്കിൽ ദ്വീപിലുള്ള അനിമൽസിന് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാനോ ഒക്കെയുള്ള സാധ്യതകൾ കുറവാണ്. അപ്പോൾ ദ്വീപുകളിലും അങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ എന്തായിരിക്കും ബയോഡൈവേഴ്സിറ്റി കുറവായിരിക്കും. റൈറ്റ്. ബയോഡൈവേഴ്സിറ്റി ഈസ് ലോ ഇൻ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ആൻഡ് കോറൽ റീഫ്സ് എന്ന് പറയുന്നത് ശരിയാണോ? അതും ആക്ച്വലി തെറ്റാണ്. കാരണം നമുക്കറിയാം നമ്മുടെ ട്രോപ്പിക്കൽ ഫോറസ്റ്റിൽ ഒരുപാട് ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് ട്രീസ്, അതുപോലെ തന്നെ സ്പീഷീസ് ഓഫ് അനിമൽസ് ഉണ്ട്. അതുപോലെ കോറൽ റീഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം റെയിൻ ഫോറസ്റ്റ് ഓഫ് ദ ഓഷ്യൻസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത് അല്ലെ, പവിഴപ്പുറ്റുകൾ. സോ ഈ പവിഴപ്പുറ്റിന്റെ ആ പരിസരങ്ങളിൽ ഒരുപാടധികം മീനുകളൊക്കെ വന്ന് മുട്ടയിടാനും പ്രജനനത്തിനും ഒക്കെ ആയിട്ട് വരാറുണ്ട്. റൈറ്റ്. അതുകൊണ്ട് തന്നെ കോറൽ റീഫ്സും ട്രോപ്പിക്കൽ ഫോറസ്റ്റും ഒക്കെ ഏറ്റവും അധികം ബയോഡൈവേഴ്സിറ്റി ഉള്ള സ്ഥലങ്ങളാണ്. റൈറ്റ്. ഇനി യൂറോപ്പിലാണോ അതോ സൗത്ത് ഏഷ്യയിലാണോ ഏറ്റവും അധികം ബയോഡൈവേഴ്സിറ്റി ഉള്ളത്? നമ്മൾ നോക്കുകയാണെങ്കിൽ യൂറോപ്പിലൊക്കെ ഒരു ടെമ്പറേറ്റ് ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് ആണ് കൂടുതലും വരുന്നത്. റൈറ്റ്. ടെമ്പറേറ്റ് ടൈപ്പ് ഓഫ് ക്ലൈമറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ട്രോപ്പിക്കൽ ക്ലൈമറ്റിലാണ് ഏറ്റവും അധികം ബയോഡൈവേഴ്സിറ്റി ഉള്ളത്. റൈറ്റ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ യൂറോപ്പിലൊക്കെ എന്തായിരിക്കും ബയോഡൈവേഴ്സിറ്റി കുറവായിരിക്കും. അപ്പൊ ഈ 3 സ്റ്റേറ്റ്മെന്റ്സും എന്താ ആക്ച്വലി? അത് 3ഉം തെറ്റാണ്. റൈറ്റ്. ബയോഡൈവേഴ്സിറ്റി ഐലൻഡ്സിൽ കുറവാണ്, ട്രോപ്പിക്കൽ റീജൻസിലും കോറൽ റീഫ്സിലും ബയോഡൈവേഴ്സിറ്റി കൂടുതലാണ്. സൗത്ത് ഏഷ്യ ട്രോപ്പിക്കൽ റീജിയന് വരുന്നത് കൊണ്ട് സൗത്ത് ഏഷ്യയിലെ ബയോഡൈവേഴ്സിറ്റി ആയിരിക്കും കൂടുതൽ. റൈറ്റ്. അപ്പം നമ്മുടെ ഒരു പ്ലാനറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിലും കൂടുതലാണ്. റൈറ്റ്. നമുക്ക് ഏകദേശം വി ഹാവ് അറൌണ്ട് 8.7 മില്യൺ നമ്പർ ഓഫ് സ്പീഷീസ് ഉണ്ട്. 6.5 മില്യൺ സ്പീഷീസ് ലാൻഡിലുണ്ട്, 2.2 മില്യൺ സ്പീഷീസ് നമുക്ക് ഓഷ്യൻസിലുണ്ട്. നമ്മുടെ ഉള്ള സ്പീഷീസിലെ 70% സ്പീഷീസും എന്താ? അനിമൽസ് ആണ്. റൈറ്റ്. ബാക്കി 22% സ്പീഷീസ് എന്താ? 22% സ്പീഷീസും പ്ലാന്റ്സ് ആണ്. പ്ലാന്റ്സിനകത്ത് ആൽഗെ വരും, അതുപോലെ തന്നെ ഫഞ്ചൈ വരും. റൈറ്റ്. ഇനി അനിമൽസ് നമ്മൾ പറഞ്ഞു 70% അനിമൽസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. റൈറ്റ്. ഈ 70% അനിമൽസിലെ 70% ഏതായിരിക്കും? അത് ഇൻസെക്ട്സ് ആണ്. ഓക്കെ. ഇൻസെക്ട്സിന്റെ ഡൈവേഴ്സിറ്റി ആണ് വളരെയധികം കൂടുതൽ. റൈറ്റ്. എമംഗ് അനിമൽസ് ഇൻസെക്ട്സ് ആർ ദ മോസ്റ്റ് സ്പീഷീസ് റിച്ച് ടാക്സോണമിക് ഗ്രൂപ്പ്. 70% ഓഫ് ദ അനിമൽസ് ആർ ആക്ച്വലി ഇൻസെക്ട്സ്. അപ്പം നമ്മുടെ പ്ലാനറ്റിലെ 70%ഓളം സ്പീഷീസ് അനിമൽസ് ആണ്. ആ അനിമൽസിലെ 70% ആരാണ്? ദാറ്റ് ഇസ് ഇൻസെക്ട്സ്. റൈറ്റ്. അപ്പൊ ഇതാണ് നമ്മുടെ പ്ലാനറ്റിന്റെ ഒരു ബയോഡൈവേഴ്സിറ്റി എന്ന് നമ്മൾ പറയുന്നത്. റൈറ്റ്. അപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു ബയോഡൈവേഴ്സിറ്റി നമുക്ക് 2 രീതിയിൽ മെഷർ ചെയ്യാം. ഏതൊക്കെ രീതിയിലായിരുന്നു? ഏതൊക്കെയായിരുന്നു? സ്പീഷീസ് റിച്ച്നെസ് വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാം, അല്ലെങ്കിൽ സ്പീഷീസ് ഈവൻനെസ് വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാം. റൈറ്റ്. ഓക്കെ. അപ്പൊ ബയോഡൈവേഴ്സിറ്റി നോക്കിയേ, ഇതൊക്കെ മൊളുസ്ക് എന്ന് പറയുന്ന അണ്ടറിൽ വരുന്ന നോക്കിയേ ഒരുപാട് ടൈപ്സ് ഓഫ് മൊളുസ്ക്സ് നമുക്കുണ്ട്. ക്രസ്റ്റേഷ്യൻസ് നോക്കിയേ, ക്രാബ് ഉണ്ട്, ലോബ്സ്റ്റർ ഉണ്ട്, ഷ്രിംപ് ഉണ്ട്, പ്രോൺസ് ഉണ്ട്, ക്രിൽ ഉണ്ട്, ഹെർമിറ്റ് ക്രാബ് ഉണ്ട്. റൈറ്റ്. ഇതെല്ലാം എന്താ? ക്രസ്റ്റേഷ്യൻസ് ആണ്, ഒരു ഷെല്ലായിട്ട് കവേർഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. റൈറ്റ്. അപ്പൊ ഇതാണ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. റൈറ്റ്. സോ നമ്മൾ പറഞ്ഞു ഇത് മെഷർ ചെയ്യാനുള്ള 2 മാർഗങ്ങളാണ്. ഒന്ന് സ്പീഷീസ് റിച്ച്നെസ്, അല്ലെങ്കിൽ സ്പീഷീസ് ഈവൻനെസ്. റൈറ്റ്. സ്പീഷീസ് റിച്ച്നെസ് എന്ന് പറഞ്ഞാൽ എന്താ ആക്ച്വലി? It is simply a count of species and does not take into account the abundance of the species or their relative abundance in distributions. അതായത് സ്പീഷീസ് റിച്ച്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള സ്പീഷീസിന്റെ എത്ര ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പീഷീസ് എന്ന് മാത്രമേ നമ്മൾ അവിടെ മെഷർ ചെയ്യുന്നുള്ളൂ. ഓരോ സ്പീഷീസും എത്ര എണ്ണം വെച്ചിട്ടുണ്ട്, ഓരോ സ്പീഷീസിന്റെയും നമ്പേഴ്സ് എത്രയാണെന്ന് ഇവിടെ മാറ്റർ ചെയ്യുന്നില്ല. നമ്മൾ കൂടുതൽ മാറ്റർ ചെയ്യുന്നത് എന്താ? ശ്രദ്ധിക്കുന്നത് എന്താ? എത്ര ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അനിമൽസ് ഉണ്ട്, എത്ര ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട്, എത്ര ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻസെക്ട്സ് ഉണ്ട്. റൈറ്റ്. അങ്ങനെയുള്ള ആ സ്പീഷീസിന്റെ ഡൈവേഴ്സിറ്റി മാത്രമേ നമ്മൾ ഇവിടെ പരിഗണിക്കുന്നുള്ളൂ. നമ്മൾ ഒരിക്കലും ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ അവിടെ ഒരു ടൈഗറിനെ കണ്ടു, എത്ര ടൈഗർ ഉണ്ട്, എത്ര ലയൺ ഉണ്ട് എന്നുള്ള സ്പെസിഫിക് നമ്പേഴ്സിലേക്ക് നമ്മൾ പോകത്തില്ല. സ്പീഷീസ് റിച്ച്നെസ് പറയുമ്പോൾ നമ്മൾ അവിടെ എത്ര ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അനിമൽസ് ഉണ്ട് എന്ന്, അല്ലെങ്കിൽ പ്ലാന്റ്സ് ഉണ്ട് എന്ന് മാത്രമേ നമ്മൾ മെഷർ ചെയ്യുന്നുള്ളൂ. റൈറ്റ്. ഇറ്റ് ഇസ് സിംപ്ലി ദ കൗണ്ട് ഓഫ് സ്പീഷീസ്. എത്ര ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പീഷീസ് അവിടെ ഉണ്ടെന്നാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. റൈറ്റ്. അപ്പൊ ഈ സ്പീഷീസ് റിച്ച്നെസ്സിനെ വേണമെങ്കിൽ നമുക്ക് എന്തായിട്ട് വിളിക്കാം? സ്പീഷീസ് ഡൈവേഴ്സിറ്റി. കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ഡിഫറെന്റ് സ്പീഷീസ് ഫൗണ്ട് ഇൻ എ പർട്ടിക്കുലർ റീജൻ. അപ്പം സ്പീഷീസ് റിച്ച്നെസ്സും ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് എന്താ? മോർ ഓർ ലെസ് സെയിം ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്. റൈറ്റ്. ഇവിടെ നോക്കിയേ, ഈ ഒരു കമ്മ്യൂണിറ്റി എയിൽ നോക്കിയേ, ലൈക്ക് എത്ര അനിമൽസ് ഉണ്ട് ടോട്ടൽ?
എണ്ണിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 1, 2, 3, 4, 5, 6, 7, 8, 9, 10, റൈറ്റ്. അപ്പൊ അബണ്ടൻസ് എത്രയാ? 10 ആണ്. ഇവിടുത്തെ അബണ്ടൻസ് 10 ആണ്. ഇനി സ്പീഷീസ് റിച്ച്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? എത്ര ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പീഷീസ് ഉണ്ട്, അതിന്റെ മെഷറിനെയാണ് നമ്മൾ സ്പീഷീസ് റിച്ച്നെസ് എന്ന് വിളിക്കുന്നത്, റൈറ്റ്. അപ്പൊ ഇവിടെ എത്ര ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പീഷീസ് ഉണ്ട്? ഈ ചെറിയ ബേർഡ്, റൈറ്റ്, ഇതൊരു സ്പീഷീസ് ആണ്. 1, 2, 3, 4. അപ്പൊ 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പീഷീസ് ആണ് ഇവിടെ ഉള്ളത്, റൈറ്റ്. അപ്പൊ അതുകൊണ്ട് സ്പീഷീസ് റിച്ച്നെസ് എന്താ? 4 ആണ്. സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്താ? അതും 4 ആണ്, റൈറ്റ്. ഇനി ബിയിലേക്ക് വരുമ്പോഴത്തേക്ക് നോക്കിക്കേ, ഇതിലെ നമ്പേഴ്സിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്, റൈറ്റ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഈ ചെറിയ ബേർഡിന്റെ എണ്ണം ഒരുപാട് കൂടുതലായിരുന്നു, 7 എണ്ണം ഉണ്ടായിരുന്നു, റൈറ്റ്. ഇവിടേക്ക് വരുമ്പോഴത്തേക്കും ആ ബേർഡിന്റെ നമ്പർ ആക്ച്വലി കുറഞ്ഞിട്ടുണ്ട്, റൈറ്റ്. ഈ ഒരു ബേർഡിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്, റൈറ്റ്. ഈ ഒരു വലിയ ബേർഡിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്, ഈ കിവി പോലുള്ള ഈ ബേർഡിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്, റൈറ്റ്. സോ ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ നമ്പേഴ്സിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്, റൈറ്റ്. പക്ഷെ എന്നാലും അബണ്ടൻസ് എത്രയാ? അതായത് ടോട്ടൽ അനിമൽസ് എത്രയാ? ടോട്ടൽ ബേർഡ്സ് എത്രയാ? ദാറ്റ് ഇസ് 10. ടോട്ടൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പീഷീസ് എത്രയാ? എണ്ണത്തിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും എന്താ, സ്പീഷീസുകളുടെ ലൈക്ക് മൊത്തത്തിലുള്ള എണ്ണത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷെ സ്പീഷീസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പീഷീസ് നോക്കുവാണെങ്കിൽ എത്രയാ? 1, 2, 3, 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പീഷീസ് മാത്രമേ ഇവിടെയുള്ളൂ, റൈറ്റ്. റൈറ്റ്. അപ്പം നമ്മൾ ഈ 2 ഡയഗ്രാം വെച്ചിട്ട് പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇത്രേ ഉള്ളൂ. സ്പീഷീസ് റിച്ച്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്ര ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പീഷീസ് ഉണ്ട് എന്നതിനെ പറ്റി മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ, റൈറ്റ്. അല്ലാതെ നമ്മൾ ഓരോ സ്പീഷീസും എത്ര എണ്ണം വെച്ചിട്ടുണ്ട് എന്നൊരു കാര്യം നമ്മൾ അവിടെ പരിഗണിക്കുന്നില്ല, റൈറ്റ്. അതുകൊണ്ടാണ് ഈ 2 പിക്ചേഴ്സിലും അല്ലെങ്കിൽ 2 കമ്മ്യൂണിറ്റീസിലും അബണ്ടൻസ് 10 ആണ്. സ്പീഷീസ് റിച്ച്നെസ് നോക്കിക്കഴിഞ്ഞാൽ 4 എണ്ണം ഉണ്ട്, 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പീഷീസ് ഉണ്ട്. സ്പീഷീസ് റിച്ച്നെസ് തന്നെയാണ് ഏകദേശം എന്ത്, സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്, റൈറ്റ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ 4 ആയിരിക്കും ഡൈവേഴ്സിറ്റിയും വരുന്നത്, റൈറ്റ്. സോ സ്പീഷീസ് റിച്ച്നെസ് ഡസന്റ് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ അബണ്ടൻസ്, എത്ര എണ്ണം ഉണ്ട് എന്ന കാര്യം അവിടെ പരിഗണിക്കുന്നില്ല, റൈറ്റ്. നെക്സ്റ്റ് നമ്മൾ കാണുന്ന ഒരു ടേം ആണ് സ്പീഷീസ് ഈവൻനെസ് എന്ന് പറയുന്ന ടേം. സ്പീഷീസ് ഈവൻനെസ്, ഇതിനകത്താണ് അബണ്ടൻസ് വരുന്നത്. എത്രത്തോളം ഉണ്ട് ഒരു സ്പീഷീസ് ഒരു പർട്ടിക്കുലർ റീജിയനിൽ എത്രത്തോളം ഉണ്ട്. ഇറ്റ് ഈസ് ദ മെഷർമെന്റ് ഓഫ് ദ റിലേറ്റീവ് അബണ്ടൻസ് ഓഫ് വേരിയസ് സ്പീഷീസ് ഇൻ എ ഗിവൺ ഏരിയ, റൈറ്റ്. പർട്ടിക്കുലർ സ്പീഷീസ് എത്ര എണ്ണം ഉണ്ട്, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയുണ്ട്, അതാണ് നോക്കുന്നത്. ഈവൻനെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈവൻ ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡിന്റെ മീനിങ് എന്താ? ഒരുപോലെ ആയിരിക്കുക, റൈറ്റ്. അപ്പം സ്പീഷീസ് ഈവൻനെസ് കൂടുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ തരത്തിലുള്ള സ്പീഷീസ് കുറെ എണ്ണം ഉണ്ട്, റൈറ്റ്. ഇപ്പൊ ലയൺ ഉണ്ടെങ്കിൽ കുറെ ലയൺ ഉണ്ട്, ടൈഗർ ഉണ്ടെങ്കിൽ കുറെ ലയൺ ഉണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഒരു പർട്ടിക്കുലർ റീജിയന്റെ ഈവൻനെസ് കൂടുന്നത്, റൈറ്റ്. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിക്കേ, രണ്ട് ഡയഗ്രംസ് ഉണ്ട്, ഓക്കെ. ഇവിടുത്തെ സ്പീഷീസ് റിച്ച്നെസ് അല്ലെങ്കിൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി രണ്ടും മാറി ഉപയോഗിക്കുന്ന ടേംസാണ്, നമ്മൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, റൈറ്റ്. അത് എന്തായിരിക്കും? എത്ര ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പീഷീസ് ഉണ്ട് ഈ ഒരു കമ്മ്യൂണിറ്റി 1 അല്ലെ? നമുക്ക് 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പീഷീസ് ആണുള്ളത്, അല്ലെ? എല്ലാം ഏകദേശം ഒരേ രീതിയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. 25% ഈ പർട്ടിക്കുലർ ട്രീ, അല്ലെ? കോണിഫറസ് പോലെയുള്ള ഒരു ട്രീ ഒരു 25%, നെക്സ്റ്റ് ഒരു ലൈറ്റ് ഗ്രീൻ കളറുള്ള ട്രീ 25%, ഓക്കെ, കുറച്ചുകൂടെ ഡാർക്ക് കളർ 25%, റൈറ്റ്. അപ്പൊ നമുക്കിവിടെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ സ്പീഷീസ് റിച്ച്നെസ് എന്ന് പറയുന്നത് എന്താ? അതെന്താ? അത് 4 ആണ്, അല്ലെ? സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇവിടെ 4 ആണ്. പക്ഷേ ഈ കമ്മ്യൂണിറ്റി 2 വന്ന് നോക്കിക്കേ, ഈ 2 നോക്കിക്കേ, ഇവിടെ എത്ര ടൈപ്സ് ഓഫ് സ്പീഷീസ് ഉണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കണ്ട അതേ മരങ്ങൾ തന്നെയാണ് ഇവിടെയുള്ളത്, അല്ലെ? ഇവിടെയുള്ളത്, റൈറ്റ്. അപ്പൊ നമുക്കിവിടെ 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രീസ് ഉണ്ട്. അപ്പൊ ഈ കമ്മ്യൂണിറ്റി 2 സ്പീഷീസ് റിച്ച്നെസ് എന്താണ് അല്ലെങ്കിൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്താണ്? ദാറ്റ് ഈസ് 4. കമ്മ്യൂണിറ്റി 1 സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഓർ സ്പീഷീസ് റിച്ച്നെസ് എത്രയായിരുന്നു? 4 ആയിരുന്നു, റൈറ്റ്. അപ്പൊ രണ്ടും 4 ആണ് വരുന്നത്. സ്പീഷീസ് റിച്ച്നെസ് അല്ലെങ്കിൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി വരുന്നത് 4 ആണ്, റൈറ്റ്. എന്നിരുന്നാലും അങ്ങനെയാണെങ്കിലും ഈ രണ്ടാമത്തെ കമ്മ്യൂണിറ്റി നോക്കിക്കേ, ഇവിടെ നമുക്ക് ഈ ലൈറ്റ് ഗ്രീൻ കളേർഡ് ആയിട്ടുള്ള ഒരു ട്രീ, അല്ലെ? അതിന്റെ പോപ്പുലേഷൻ വളരെ കൂടുതലായിട്ട് കാണാൻ വേണ്ടി പറ്റും, അല്ലെ? റൈറ്റ്. അങ്ങനെയാണെങ്കിൽ അതായത് ഈ ലൈറ്റ് ഗ്രീൻ കളേർഡ് ആയിട്ടുള്ള ട്രീയുടെ പോപ്പുലേഷൻ ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്, ഏകദേശം 70% വരുന്നത്, റൈറ്റ്. അപ്പൊ നമുക്ക് ഈ കമ്മ്യൂണിറ്റി 2 നമുക്ക് വേണമെങ്കിൽ എന്തായിട്ട് പറയാം? സ്പീഷീസ് ഈവൻനെസ് ഭയങ്കര കൂടുതലാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഒരു പർട്ടിക്കുലർ ലൈറ്റ് ഗ്രീൻ കളേർഡ് ആയിട്ടുള്ള ട്രീയുടെ അബണ്ടൻസ് ഭയങ്കര കൂടുതലാണ്, എണ്ണം വളരെയധികം കൂടുതലാണ്, റൈറ്റ്. സോ ഈവൻനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എണ്ണം ഉണ്ട് എന്നൊരു മെഷറും കൂടെ വരും, റൈറ്റ്. ഇപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞത് ഏരിയ 1 and 2 both include 4 different species of trees. However, one species actually dominates in area 2.
ഓക്കെ, ഡിസ്പൈറ്റ് ദ എക്സാക്ട് സെയിം സ്പീഷീസ് റിച്ച്നെസ് ഇൻ ബോത്ത് ഏരിയാസ്. അല്ലെ, രണ്ടിലെ സ്പീഷീസ് റിച്ച്നെസ് എന്തായിരുന്നു? 4 ഏരിയ 1 ഹാസ് ബെറ്റർ സ്പീഷീസ് ഈവൻനെസ് ദാൻ ഏരിയ 2. റൈറ്റ്. ഓക്കെ, അപ്പൊ അതാണ് വ്യത്യാസം വരുന്നത്. റൈറ്റ്. എത്രത്തോളം സെയിം എന്താ പറയുക സ്പീഷീസ് വരുന്നോ അവിടെ ഈവൻനെസ് കുറവായിരിക്കും. റൈറ്റ്. ഇവിടെ നോക്കിയാൽ എല്ലാം ഒരുപോലെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് അല്ലെ, 25%, 25%, 25%. സോ കമ്മ്യൂണിറ്റി എക്ക് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ഈവൻനെസ് കൂടുതലാണെന്ന് പറയാൻ വേണ്ടി പറ്റും. കമ്മ്യൂണിറ്റി 2ൽ എന്താ? ഈവൻനെസ് കുറവാണ്. കാരണം ഒരെണ്ണമാണ് വളരെയധികം ഡോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. റൈറ്റ്. അപ്പൊ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി 2 നമുക്ക് എടുക്കാം. കുറെ നാള് കഴിയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? കുറെ നാൾ കഴിയുമ്പോഴത്തേക്കും മറ്റ് ട്രീസ്, അതായത് ഈ 6% ഉള്ളതും 12% ഉള്ളതും അനദർ 12% വരുന്നതും ഈ ട്രീസ് ഒക്കെ എന്ത് ചെയ്യും? കാലക്രമേണ ഇല്ലാതായി പോകും. കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഈ കമ്മ്യൂണിറ്റി 2ലെ ഏറ്റവും കൂടുതലുള്ള മരം എന്തായിരിക്കും? ഈ ഒരു 70% ഇന്നുള്ള ട്രീ ആയിരിക്കും ഉണ്ടാവുക. സോ ലാക്ക് ഓഫ് ഈവൻനെസ് ഇല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? സ്പീഷീസ് ഇൻബ്രീഡ് ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡോമിനന്റ് ആയിട്ടുള്ള സ്പീഷീസ് ആയിരിക്കും കൂടുതലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അവിടെ ഒരു ജനറ്റിക് ഡൈവേഴ്സിറ്റി ഒന്നും വരത്തില്ല. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്തായിരിക്കും വരിക? കുറെ നാൾ കഴിയുമ്പോഴത്തേക്കും കമ്മ്യൂണിറ്റി 2ല് ഈ ഒരു പർട്ടിക്കുലർ മരം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. 70% ഉള്ള ഈ ഒരു പർട്ടിക്കുലർ ട്രീ ഒരുപാട് മൾട്ടിപ്ലൈ ആയിട്ട് 100% ആ ഒരു ട്രീ മാത്രമായിട്ട് മാറും. അങ്ങനെ ഇരിക്കുമ്പം ഈ പർട്ടിക്കുലർ ട്രീ കഴിക്കുന്ന ചിലപ്പോൾ 1-2 സ്പീഷീസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. മറ്റ് സ്പീഷീസുകൾക്ക് വേറെ ട്രീയുടെ ഫുഡായിരിക്കും ആവശ്യം. റൈറ്റ്. അപ്പൊ അങ്ങനെ ഫുഡ് ഇല്ലാതെ വരുമ്പോൾ എന്തായിരിക്കും? മറ്റ് ട്രീസിന്റെ ഇലകൾ കഴിക്കുന്ന മറ്റ് ആനിമൽസ് ഒക്കെ എന്താവും? എക്സ്റ്റെൻഡ് ആവും. ഇനി കുറെ നാളുകൾക്ക് ശേഷം ആ ഒരു കാട്ടില് ഈ 70% ഉള്ള ഈ ഒരു ട്രീനെ ഡിസ്ട്രോയ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു അസുഖം വന്നു എന്ന് വിചാരിക്കും. ഒരു ഡിസീസ്, പ്ലാന്റ് ഡിസീസ് വന്നു എന്ന് വിചാരിക്കും. എന്ത് സംഭവിക്കും? ആ കാട്ടിലെ മൊത്തം മരങ്ങളും എന്തായി? നശിച്ചു പോകും. റൈറ്റ്. പക്ഷെ ഈ കാട്ടിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവോ? ഇല്ല. കാരണം ഒന്ന് ഈ പറയുന്ന ട്രീ കഴിഞ്ഞിട്ട് ഒരുപാട് ദൂരം കഴിഞ്ഞിട്ട് അടുത്ത ട്രീ ഉള്ളത്. അപ്പൊ അത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള സാധ്യത കുറവായിരിക്കും. അപ്പൊ ഈവൻനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം ഒന്നും ഡോമിനേറ്റ് ചെയ്യാതെ എല്ലാം ഈക്വലി അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടുള്ള രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് ഡിഫറെന്റ് സ്പീഷീസ് ആർ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ്, അല്ലെങ്കിൽ ഏകദേശം ഒരുപോലെ. ഈക്വലി എന്ന് പറഞ്ഞാൽ എക്സാക്ട് അല്ല, ഏകദേശം ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിലാണ് നമ്മൾ അതിനെന്ത് വിളിക്കുന്നത്? ഈവൻനെസ്, സ്പീഷീസ് ഈവൻനെസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈവൻനെസ് ഉള്ളത് നല്ലതാണ്. റൈറ്റ്. ഒരു ബയോഡൈവേഴ്സിറ്റിനെ ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ അത് നല്ലതാണ്. ഇൻബ്രീഡിങ് എന്ന് പറയുന്ന ഇഷ്യൂ കുറയും. റൈറ്റ്. ഇൻബ്രീഡിങ് ഇഷ്യൂ കുറയും. ആസ് എ റിസൾട്ട് എന്തായിരിക്കും? ജനറ്റിക് പൂളൊക്കെ ഡൈവേഴ്സ് ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. റൈറ്റ്. അബ്നോർമാലിറ്റീസ് ഉണ്ടാവത്തില്ല. റൈറ്റ്. അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഈവൻനെസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ എന്താ? എക്സ്റ്റിങ്ഷൻ ഉണ്ടാവും. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഡിസീസ് ഒക്കെ വരികയാണെങ്കിൽ മൊത്തം കാടടച്ച് മരങ്ങളൊക്കെ ഉണങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ആ ഒരു ട്രീനെ മറ്റ് ട്രീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അനിമൽസിന് ആ ട്രീയുടെ അഭാവം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? അവരും എക്സ്റ്റെൻഡ് ആയി പോകും. റൈറ്റ്. അപ്പോൾ സ്പീഷീസ് ഈവൻനെസ് ആണ് നമുക്ക് വേണ്ടത്. സ്പീഷീസ് അബണ്ടൻസിനെക്കാളും നമുക്ക് സ്പീഷീസ് ഈവൻനെസ് ആണ് വേണ്ടത്. ഓക്കെ. സോ ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പീഷീസ് റിച്ച്നെസ് ആൻഡ് സ്പീഷീസ് ഈവൻനെസ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. റൈറ്റ്. ഇനി നമ്മൾ ബയോഡൈവേഴ്സിറ്റിനെ പല രീതിയിൽ, പല തലങ്ങളിൽ നമ്മൾ മെഷർ ചെയ്യാറുണ്ട്. റൈറ്റ്. അതായത് ഒരു പർട്ടിക്കുലർ എക്കോസിസ്റ്റത്തിൽ എത്ര ആനിമൽസ് ഉണ്ട്, എത്ര പ്ലാന്റ്സ് ഉണ്ട്, എത്ര ട്രീസ് ഉണ്ട്, അത് നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ആസ് ആൽഫ ഡൈവേഴ്സിറ്റി. സോ ആൽഫ ഡൈവേഴ്സിറ്റി ഇസ് എ മെട്രിക് ഫോർ സ്പീഷീസ് ഡൈവേഴ്സിറ്റി വിതിൻ എ ഗിവൺ എക്കോസിസ്റ്റം ഓർ എ ജിയോഗ്രാഫിക് റീജിയൻ. റൈറ്റ്. അതായത് ഒരു പർട്ടിക്കുലർ ചെറിയൊരു റീജിയനാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഒരു ചെറിയ എക്കോസിസ്റ്റത്തിൽ എത്രയധികം പ്ലാന്റ്സ് ഉണ്ട്, ആനിമൽസ് ഉണ്ട്, അതിന്റെ ഒരു മെഷറിനെയാണ് നമ്മൾ ആൽഫ ഡൈവേഴ്സിറ്റി എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഇസ് ആൽഫ ഡൈവേഴ്സിറ്റി. നെക്സ്റ്റ് വൺ ഇസ് ബീറ്റ ഡൈവേഴ്സിറ്റി. ഈ ബീറ്റ ഡൈവേഴ്സിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ രണ്ട് എക്കോസിസ്റ്റങ്ങളെ തമ്മിലാണ് നമ്മളവിടെ കമ്പയർ ചെയ്യുന്നത്. ബീറ്റ ഡൈവേഴ്സിറ്റി എനേബിൾസ് ദ കമ്പാരിസൺ ബിറ്റ്വീൻ എക്കോസിസ്റ്റം ബയോഡൈവേഴ്സിറ്റി. ഒന്നാമത്തെ എക്കോസിസ്റ്റത്തിനേക്കാളും എത്രയധികം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അനിമൽസ് ആണ് രണ്ടാമത്തെ എക്കോസിസ്റ്റത്തിലുള്ളത്. റൈറ്റ്. സോ വെൻ ദ സ്പീഷീസ് ഡൈവേഴ്സിറ്റി വേരീസ് ബിറ്റ്വീൻ എക്കോസിസ്റ്റംസ് ഇറ്റ് ഇസ് കോൾഡ് ആസ് ബീറ്റ ഡൈവേഴ്സിറ്റി. റൈറ്റ്. ആൽഫ എന്തായിരുന്നു? ഒരു പർട്ടിക്കുലർ എക്കോസിസ്റ്റത്തിൽ എത്ര ഡൈവേഴ്സ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ആണുള്ളത്, അതിന്റെ മെഷറിനെയാണ് നമ്മൾ ആൽഫ എന്ന് വിളിച്ചത്. ബീറ്റ എന്താണ്? രണ്ട് എക്കോസിസ്റ്റംസ് എടുത്തിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. റൈറ്റ്. അവിടെ എത്രത്തോളം ബയോഡൈവേഴ്സിറ്റി ഉണ്ട്, ദാറ്റ് ഇസ് ബീറ്റ ഡൈവേഴ്സിറ്റി.
നെക്സ്റ്റ് തേർഡ് ലെവലിലുള്ള ഒരു ഡൈവേഴ്സിറ്റി മെഷറാണ് ഗാമ ഡൈവേഴ്സിറ്റി, റൈറ്റ്. ഗാമ ഡൈവേഴ്സിറ്റി നമ്മൾ ചെയ്യുന്ന ഒരു ലാർജ് ഏരിയ എടുത്തിട്ട് മൊത്തത്തിലുള്ള ഡൈവേഴ്സിറ്റിനെ നമ്മൾ മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്, റൈറ്റ്. അപ്പൊ നമ്മളിപ്പോൾ ഒരു ലാർജ് ഏരിയ എന്ന് പറയുമ്പോൾ അവിടെ രണ്ടിലധികം എക്കോസിസ്റ്റംസ് ഉണ്ടാവും, റൈറ്റ്. ഒരു സിംഗിൾ എക്കോസിസ്റ്റത്തിലുള്ള മെഷർ ആൽഫ ആയിരുന്നു. രണ്ട് എക്കോസിസ്റ്റംസ് തമ്മിലുള്ള ഡൈവേഴ്സിറ്റി മെഷർ ചെയ്യുന്ന ഇത് ബീറ്റ. അപ്പം ഗാമ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? രണ്ടും നമ്മൾ ആദ്യമേ മെഷർ ചെയ്ത രണ്ട് എക്കോസിസ്റ്റംസും പിന്നെ അതുപോലെ തന്നെ ആ പരിസരത്തുള്ള എല്ലാ എക്കോസിസ്റ്റംസും, റൈറ്റ്. സോ ടോട്ടൽ എക്കോസിസ്റ്റംസ് എല്ലാം ടോട്ടൽ ആ ഒരു ലാർജ് പാച്ച് ഓഫ് ലാൻഡ്, ലാർജ് ഏരിയ എടുത്തിട്ട് അവിടുത്തെ എക്കോസിസ്റ്റം മെഷർ ചെയ്യുന്നതാണ് ഗാമ ഡൈവേഴ്സിറ്റി, റൈറ്റ്. ഡയഗ്രാം വെച്ചിട്ട് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ ആൽഫ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ കമ്മ്യൂണിറ്റി, ചെറിയ എക്കോസിസ്റ്റം എടുത്തിട്ട് അവിടുത്തെ ഡൈവേഴ്സിറ്റിനെ മെഷർ ചെയ്യുന്നതാണ് ആൽഫ ഡൈവേഴ്സിറ്റി, റൈറ്റ്. ഇനി ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് എക്കോസിസ്റ്റംസ്. ഓക്കെ, ഇതൊരു എക്കോസിസ്റ്റം ആണ്, ദിസ് ഇസ് അനദർ എക്കോസിസ്റ്റം. രണ്ട് എക്കോസിസ്റ്റംസ് തമ്മിലുള്ള ഡൈവേഴ്സിറ്റിനെ മെഷർ ചെയ്യുന്നതിനാണ് നമ്മൾ ബീറ്റ ഡൈവേഴ്സിറ്റി എന്ന് വിളിക്കുന്നത്. ഗാമ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലാർജ് ഏരിയയുടെ ഡൈവേഴ്സിറ്റി മാപ്പ് ചെയ്യുന്നതാണ് ഗാമ ഡൈവേഴ്സിറ്റി. ഓക്കെ, സോ ദിസ് ഇസ് ആൽഫ, ബീറ്റ ആൻഡ് ഗാമ ഡൈവേഴ്സിറ്റി, റൈറ്റ്. ഇനി മറ്റു തരത്തിലുള്ള ഒരു ഡൈവേഴ്സിറ്റിയാണ് നമ്മൾ പറയുന്ന ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം. ജനറ്റിക് ഡൈവേഴ്സിറ്റി, റൈറ്റ്. ഓക്കെ, ജനറ്റിക് ഡൈവേഴ്സിറ്റി refers to unique genetic features, okay, of a particular organism, right. അതായത് ഒരു പർട്ടിക്കുലർ സ്പീഷീസിൽ തന്നെ എന്തുണ്ടാവും? ഡൈവേഴ്സിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. ഇപ്പൊ നമുക്ക് ഹ്യൂമൻ ബീങ്സ് ഫോർ എക്സാമ്പിൾ എടുക്കാം, റൈറ്റ്. ഹോമോസാപ്പിയൻസ് അതാണല്ലോ നമ്മുടെ ജനറ്റിക് നെയിം, റൈറ്റ്. ലൈക്ക് ഇപ്പം ആഫ്രിക്കയിലുള്ള ആളുകളെയും യൂറോപ്പിലുള്ള ആളുകളെയും ചൈനയിലുള്ള ആളുകളെയും ഇന്ത്യയിലുള്ള ആളുകളെയും എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഡിഫറെൻ്റ് ആയിരിക്കും, റൈറ്റ് അല്ലെ. ആളുകളുടെ കാഴ്ചയിലും അവരുടെ അപ്പിയറൻസിലൊക്കെ അത് ഒരു ഡിഫറൻസ് ഉണ്ട്. ഹൈറ്റിൽ വ്യത്യാസമുണ്ട്, ബോഡി കളറിന്, സ്കിൻ കളറിന് വ്യത്യാസമുണ്ട്, ഹെയറിന്റെ കളറിന് വ്യത്യാസമുണ്ട്, പ്യൂപ്പിൾ കളർ, ഐയുടെ കളറിന് വ്യത്യാസമുണ്ട്. സോ ഇങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ജനറ്റിക് ഡൈവേഴ്സിറ്റി ഉള്ളതുകൊണ്ടാണ്. ഓരോ പർട്ടിക്കുലർ ഈ പറയുന്ന ആഫ്രിക്കയിലുള്ള ആളുകളോ അല്ലെങ്കിൽ ഇന്ത്യക്കാരോ അല്ലെങ്കിൽ യൂറോപ്യൻസോ അവരെവിടെയാണോ ജീവിക്കുന്നത് അവിടുത്തെ എൻവയൺമെന്റുമായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ സറൗണ്ടിങ്ങുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവർക്ക് ഉള്ളത്, റൈറ്റ്. ലൈക്ക് അതുകൊണ്ടാണ് ഈ ഒരു ജനറ്റിക് ഡൈവേഴ്സിറ്റി അവിടെ ഇവോൾവ് ചെയ്തത്. ഡിഫറെന്റ് സ്പീഷീസ് ക്യാൻ അഡാപ്റ്റ് ടു ദെയർ ചേഞ്ചിങ് ഹാബിറ്റാറ്റ്സ് ഡ്യൂ ടു ജനറ്റിക് ഡൈവേഴ്സിറ്റി. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, റൈറ്റ്. ഈ പറയുന്ന ലൈക്ക് നമ്മുടെ സറൗണ്ടിങ്സുമായിട്ട് നമുക്ക് ഏറ്റവും അധികം അഡാപ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്, റൈറ്റ്. സോ ഐ കളർ, ബ്ലഡ് ടൈപ്പ്, ഓക്കെ, കാമോഫ്ലേജ് in animals and leaf modification in plants are few examples of genetic diversity, right. Okay, അപ്പോൾ ഒരേ സ്പീഷീസിലുള്ള ആനിമൽസ് തന്നെ പല സ്ഥലങ്ങളിലാണെങ്കിൽ എന്തായിരിക്കും അവരുടെ ജനറ്റിക് ബിൽഡപ്പിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും, റൈറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടുത്തെ ആ ലോക്കൽ എൻവയൺമെന്റുമായിട്ട് അവർക്ക് കൂടുതൽ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് വിളിക്കുന്നത്, റൈറ്റ്. ദെൻ സ്പീഷീസ് ഡൈവേഴ്സിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നതും സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്, സ്പീഷീസ് റിച്ച്നെസ് എന്നൊക്കെ പറയുന്നത് എന്താ ആക്ച്വലി സെയിം ആണ്. ദ നമ്പർ ഓഫ് ഡിഫറെന്റ് സ്പീഷീസ് പ്രസന്റ് ഇൻ ദ എൻവയൺമെന്റ്, ഓക്കെ, ആൻഡ് റിലേറ്റീവ് അബണ്ടൻസ് ഓഫ് ഈച്ച് സ്പീഷീസ്, ഓക്കെ. അത് തന്നെയാണ് നമ്മൾ സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് വിളിക്കുന്നത്, റൈറ്റ്. ഓക്കെ, ദ നമ്പർ ഓഫ് സ്പീഷീസ് ഫൗണ്ട് ഇൻ എ ഗിവൻ ഏരിയ ഇസ് റെഫർഡ് ടു ആസ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. ഓക്കെ, ഇൻ നേച്ചർ സ്പീഷീസ് ഡു നോട്ട് ഇന്റർബ്രീഡ് ബിക്കോസ് ദേ ഡിഫർ ജനറ്റിക്കലി ഫ്രം വൺ അനദർ. ഓക്കെ, ഇത് നമ്മൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സ്പീഷീസിനെ ഇൻബ്രീഡ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഇല്ല. എന്തുകൊണ്ടാ? വൈ? ദാറ്റ് ഇസ് ബിക്കോസ് ലൈക്ക് എന്താ, നമ്മൾ രണ്ട് കണ്ടീഷൻസ് പറഞ്ഞിരുന്നു അല്ലെ. രണ്ട് സ്പീഷീസ് തമ്മിൽ ബ്രീഡ് ചെയ്യണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ഒന്നെന്താ, അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റണം. റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓഫ്സ്പ്രിങ് എന്താണ്? അതും ഫെർട്ടൈൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ രണ്ട് ആനിമൽസും എന്താ ഒരു പർട്ടിക്കുലർ സ്പീഷീസിലെ മെമ്പേഴ്സ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ, റൈറ്റ്. ഓക്കെ, ദെൻ എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റംസ്, അതിനെയാണ് നമ്മൾ എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യ എടുക്കുവാണെങ്കിൽ എന്താ, നമുക്ക് ഡെസേർട്ട് ഉണ്ട്, റെയിൻ ഫോറസ്റ്റുകളുണ്ട്,
അല്ലെ, മാംഗ്രോവ്സ് ഉണ്ട്, വെറ്റ്ലാൻഡ്സ് ഉണ്ട്, കോറൽ റീഫ്സ് ഉണ്ട്, എസ്റ്റുറീസ് ഉണ്ട്, അല്ലെ, പിന്നെ നമുക്ക് പ്ലേറ്റ്യൂസ് ഉണ്ട്. ഡിഫറെന്റ് ആയിട്ടുള്ള എക്കോസിസ്റ്റംസ് ആണ് നമുക്ക് ഉള്ളത്, റൈറ്റ്. നമുക്ക് ഐലൻഡ്സ് ഉണ്ട്, ഇവിടെയൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള എക്കോസിസ്റ്റംസ് ആണ് ഉള്ളത്, റൈറ്റ്. അപ്പൊ എക്കോസിസ്റ്റംസിന്റെ ഒരു ഡൈവേഴ്സിറ്റി അതിനെയാണ് നമ്മൾ എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് വിളിക്കുന്നത്, റൈറ്റ്. Therefore, India is said to have greater ecological diversity as compared to Scandinavian country, which has mostly called subpolar ecosystems. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ കുറച്ചു മുമ്പ് ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ സ്റ്റേറ്റ്മെന്റ്, ഓർക്കുന്നുണ്ടോ? യൂറോപ്പ് ഹാസ് മോർ ഡൈവേഴ്സിറ്റി ദാൻ സൗത്ത് ഏഷ്യ. ഓക്കെ, അപ്പൊ യൂറോപ്പിൽ ഞാൻ പറഞ്ഞിരുന്നു മോറോളസ് എന്താ ഒരു ടെമ്പറേറ്റ് കോൾഡ് ആയിട്ടുള്ള സബ് പോളാർ എക്കോസിസ്റ്റം ആണ് അവിടെ ഉള്ളത്. പക്ഷെ ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും ഇന്ത്യ ഒരു ട്രോപ്പിക്കൽ റീജിയൻ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര ഡൈവേഴ്സിറ്റി ആണ് എക്കോസിസ്റ്റം ഉള്ളത്. ഡെസേർട്ട് ഉണ്ട്, അല്ലെ. ഇപ്പൊ യൂറോപ്പിൽ ഒരു കൺട്രി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഡെസേർട്ടും, അവർക്ക് ഒരേ സമയത്ത് ഡെസേർട്ടും എന്താ പറയുക ഐസ് ക്യാപ് സ്നോ കവേർഡ് ആയിട്ടുള്ള റീജൻസും റെയിൻ ഫോറസ്റ്റും ഒക്കെ ഉള്ള സ്ഥലങ്ങളുണ്ടോ? ഇല്ല. പക്ഷെ ഇന്ത്യയിലേക്ക് വരുവാണെങ്കിൽ ഇതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഡെസേർട്ട് ഉണ്ട്, ഒരുപാട് ചൂടുള്ള ഡെസേർട്ട് ഉണ്ട്, ഒരുപാട് തണുത്തുറഞ്ഞ ഗ്ലേഷ്യേഴ്സ് ഉള്ള ഹിമാലയാസ് ഉണ്ട് നമുക്ക്, റൈറ്റ്. ഡെൻസ് ഫോറസ്റ്റ് ഉണ്ട് നമ്മുടെ നോർത്ത് ഈസ്റ്റിലും വെസ്റ്റേൺ ഗട്ട്സിലും, റൈറ്റ്. നമ്മുടെ ഓഷ്യൻസിൽ നമുക്ക് കോറൽ റീഫ്സ് ഉണ്ട്, ഓക്കെ. നമുക്ക് വെറ്റ്ലാൻഡ്സ് ഉണ്ട്, കായലുണ്ട്, റൈറ്റ്. ഇതൊക്കെ എന്താ നമ്മുടെ എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്, റൈറ്റ്. സോ വി ക്യാൻ സേ ദാറ്റ് ഇന്ത്യ ഈസ് ഹാവിംഗ് ഗ്രേറ്റർ എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി ആസ് കമ്പയർഡ് വിത്ത് എനി അതർ കൺട്രി, റൈറ്റ്. സോ ഇതാണ് എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി, റൈറ്റ്. നെക്സ്റ്റ് ഒരു സ്റ്റേബിൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ടേമാണ്. സ്റ്റേബിൾ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ സെൽഫ് പെർച്യുവേറ്റിംഗ് ആൻഡ് ഫൈനൽ ബയോട്ടിക് കമ്മ്യൂണിറ്റി ദാറ്റ് ഈസ് ഇൻ പെർഫെക്റ്റ് ഹാർമണി വിത്ത് ദ ഫിസിക്കൽ എൻവയൺമെന്റ്. അതായത് നമുക്കറിയാം എവല്യൂഷൻ എന്ന് പറയുന്ന കാര്യമുണ്ട്, അല്ലെ. പതുക്കെ പതുക്കെ ഓരോ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരും. ഏറ്റവും അവസാനം നമ്മുടെ കറണ്ട് ആയിട്ടുള്ള ആ ഒരു എൻവയൺമെന്റുമായിട്ട് ഏറ്റവും അധികം അഡാപ്റ്റ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, ഫൈനലായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിറ്റി, അതിനെയാണ് നമ്മൾ സ്റ്റേബിൾ കമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഇസ് ദ ഫൈനൽ ബയോട്ടിക് കമ്മ്യൂണിറ്റി ദാറ്റ് ഇസ് ഇൻ പെർഫെക്റ്റ് ഹാർമണി വിത്ത് ദ ഫിസിക്കൽ എൻവയൺമെന്റ്. അപ്പം ആ ഫിസിക്കൽ എൻവയൺമെന്റുമായിട്ട് അല്ലെങ്കിൽ ആ ഫിസിക്കൽ എൻവയൺമെന്റിൽ ജീവിക്കാനുള്ള അഡാപ്റ്റേഷൻസ് ഒക്കെ വന്നിട്ടുള്ള കമ്മ്യൂണിറ്റി, അതിനെയാണ് നമ്മൾ സ്റ്റേബിൾ കമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? അവർക്ക് വലിയ വലിയ മാറ്റങ്ങളൊന്നും വരത്തില്ല, ഓക്കെ. വലിയ മാറ്റങ്ങളൊന്നും വരത്തില്ല, റൈറ്റ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹ്യൂമൻ ബീങ്സ്, ഓക്കെ. ലൈക്ക് ചൈനയിലുള്ള ആളുകളെ ഇന്ത്യയിലുള്ള ആളുകളെ യൂറോപ്പിലുള്ള ആളുകളെയൊക്കെ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാം, റൈറ്റ്. അവർക്ക് ഓരോ വർഷം ചെല്ലുന്നവരും വലിയ മാറ്റമൊന്നും വരുന്നില്ല. കാരണം എന്താ? ഇറ്റ് ഇസ് എ സ്റ്റേബിൾ കമ്മ്യൂണിറ്റി, റൈറ്റ്. ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്തെ ഫിസിക്കൽ എൻവയൺമെന്റുമായിട്ട് അഡ്ജസ്റ്റഡ് ആവാനുള്ള എല്ലാവിധ ട്രെയ്റ്റ്സും അവർക്ക് ആയി, റൈറ്റ്. സോ ദേ വിൽ പ്രൊഡ്യൂസ്, ഇറ്റ് ഡസ് നോട്ട് ഷോ മച്ച് ഓഫ് ചേഞ്ചസ്. ഒരുപാട് ചേഞ്ചസ് ഒന്നും വരില്ല. ലെസ് വേരിയേഷൻ ഇൻ എ ഇയർ ടു ഇയർ പ്രൊഡക്ടിവിറ്റി, റൈറ്റ്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഉണ്ടാവുന്ന നാച്ചുറൽ അല്ലെങ്കിൽ മാൻമെയ്ഡ് ആയിട്ടുള്ള ഡിസ്റ്റർബൻസസിനൊക്കെ അവർക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും, റൈറ്റ്. അങ്ങനെ ഒരു ഫിസിക്കൽ എൻവയൺമെന്റിൽ സ്റ്റേബിൾ ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഫൈനൽ കമ്മ്യൂണിറ്റി, അതിനെയാണ് നമ്മൾ സ്റ്റേബിൾ കമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നത്, റൈറ്റ്. ഇനി എങ്ങനെയാണ് ഒരു കമ്മ്യൂണിറ്റി സ്റ്റേബിൾ ആവുന്നത്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്പീഷീസ് ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? രണ്ട് രീതിയിലാണ്. ഒന്ന് റെസിസ്റ്റൻസ് വെച്ചിട്ടാണ്, റൈറ്റ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ കമ്മ്യൂണിറ്റി ഓർ ആൻ എക്കോസിസ്റ്റം ടു അവോയ്ഡ് ഡിസ്റ്റർബൻസ്, റൈറ്റ്. ഒരു ഡിസ്റ്റർബൻസ് വരുവാണെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ, മീൻസ് അത് വരാതിരിക്കാനായിട്ട് അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, അതിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താ? റെസിലിയൻസ്. റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് എന്തൊക്കെയോ ഒരു പ്രശ്നം വന്നതിന് ശേഷം വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് എത്താനുള്ള കപ്പാസിറ്റി. ദ സ്പീഡ് വിത്ത് വിച്ച് എ കമ്മ്യൂണിറ്റി ഓർ ആൻ എക്കോസിസ്റ്റം റിട്ടേൺസ് ടു ഇറ്റ്സ് ഫോർമർ സ്റ്റേറ്റ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് റെസിലിയൻസ്. ഫോർ എക്സാമ്പിൾ, ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് കാട്ടുതീ വന്നു, കാട് മൊത്തം കത്തിപ്പോയി. പിന്നെന്താ? ലൈക്ക് പിന്നെ നെക്സ്റ്റ് ഉടനെ മഴ വരുന്നു, അല്ലെ. അങ്ങനെ 1-2 കൊല്ലം കൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് എത്താനുള്ള ആ ഒരു കപ്പാസിറ്റി, അതിനെയാണ് നമ്മൾ റെസിലിയൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ റെസിലിയൻസ് ഉണ്ടെങ്കിൽ എന്താ? നമുക്ക് വലിയ ചേഞ്ചസ് വരത്തില്ല, നമുക്ക് ആ എൻവയൺമെന്റുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. റെസിസ്റ്റൻസ് ഉണ്ടായാൽ എന്താ? നമുക്ക് എൻവയൺമെന്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ നമുക്ക് പ്രതിരോധിക്കാനായിട്ടും പറ്റും. അപ്പൊ ഈ രണ്ട് ക്വാളിറ്റി ഉണ്ടെങ്കിൽ എന്താ? നമുക്കൊരു സ്റ്റേബിൾ കമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. സോ ദാറ്റ് ഈസ് ദ ഐഡിയ ബിഹൈൻഡ് സ്റ്റെബിലിറ്റി, കമ്പോണൻസ് ഓഫ് സ്റ്റെബിലിറ്റി. ഓക്കെ. ഇനി നമ്മൾ കേൾക്കുന്ന ബയോഡൈവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ കേൾക്കുന്ന ഒരു ടേമാണ് എൻഡമിസം, റൈറ്റ്. എൻഡമിസ് അല്ലെങ്കിൽ എൻഡമിക് സ്പീഷീസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, റൈറ്റ്. അപ്പൊ എന്താ ഈ എൻഡമിക് സ്പീഷീസ് അല്ലെങ്കിൽ എൻഡമിസം എന്ന് പറഞ്ഞാൽ എന്താ? സോ ഇറ്റ് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് സ്പീഷീസ് ബീങ് ഫൗണ്ട് ഇൻ എ സിംഗിൾ ഡിഫൈൻഡ് ജോഗ്രഫിക്കൽ ലൊക്കേഷൻ. അതായത് ചില സ്പീഷീസ്, ഇപ്പം ഫോർ എക്സാമ്പിൾ
ഫോർ എക്സാമ്പിൾ ലൈക്ക് ചില ആനിമൽസ് ഉണ്ട്, കങ്കാരു അല്ലെ. കങ്കാരു നമുക്ക് എവിടെയാണ് കാണാൻ വേണ്ടി പറ്റുന്നത്? ഓസ്ട്രേലിയ മാത്രമാണ്. ഇന്ത്യയിലുണ്ടോ? കഴിഞ്ഞ വർഷം ആക്ച്വലി ഇന്ത്യയിൽ നിന്ന് കങ്കാരുവിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു, റൈറ്റ്. അത് നാച്ചുറലി ഇന്ത്യ വന്നതാണോ? അല്ല. ഈ അനിമൽസിനെ ട്രേഡ് ചെയ്യുന്ന സ്മഗ്ലേഴ്സ് ഉണ്ട്, അനിമൽ സ്മഗ്ലേഴ്സ് ഉണ്ട്. അപ്പൊ അവര് ലൈക്ക് അതോറിറ്റീസ് പിടിക്കുന്നായി കഴിഞ്ഞപ്പോൾ ഈ കങ്കാരുവിനെ വെസ്റ്റ് ബംഗാളിലെ കാട്ടിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്, റൈറ്റ്. അതുകൊണ്ടാണ് കങ്കാരു ഇന്ത്യയിൽ എത്തിയത്. പക്ഷേ നാച്ചുറലി എന്താ, കങ്കാരു ഇന്ത്യയിലുള്ള സാധനമല്ല, റൈറ്റ്. ഓക്കെ. സോ എൻഡമിസം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ചില സ്പീഷീസിനെ നമുക്ക് ചില പർട്ടിക്കുലർ സ്ഥലങ്ങളിൽ മാത്രമേ കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു ചില പർട്ടിക്കുലർ ലൊക്കേഷൻസ് മാത്രമേ നമുക്ക് അവരെ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സ്പീഷീസുകളെയാണ് നമ്മൾ എൻഡമിക് സ്പീഷീസ് എന്ന് വിളിക്കുന്നത്, റൈറ്റ്. ഒരു ഐലൻഡിലോ അല്ലെങ്കിൽ ഒരു കൺട്രിയിലോ ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള റീജിയനിലോ മാത്രം നമുക്ക് അവരെ കാണാനായിട്ട് പറ്റത്തുള്ളൂ, റൈറ്റ്. അപ്പൊ അങ്ങനെയുള്ള സ്പീഷീസിനെയാണ് നമ്മൾ എൻഡമിക് സ്പീഷീസ് എന്ന് വിളിക്കുന്നത്. ചില സ്പീഷീസ് എന്തായിരിക്കും? എല്ലാ സ്ഥലത്തും ഉള്ള സ്പീഷീസ് ആയിരിക്കും. ദ എക്സ്ട്രീം ഓപ്പോസിറ്റ് ഓഫ് എൻഡമിക് സ്പീഷീസ് ഇസ് വൺ വിത്ത് എ കോസ്മോപോളിറ്റൻ ഡിസ്ട്രിബ്യൂഷൻ. എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും കാണുന്ന സ്പീഷീസ്. എല്ലാ സ്ഥലങ്ങളിലും കാണുന്ന സ്പീഷീസ് എന്താ? വേണമെങ്കിൽ എർത്ത് വേം എടുക്കാം, എല്ലായിടത്തും ഉണ്ട്, എല്ലാ സോയിലും കാണുന്നതാണ്, റൈറ്റ്. ഒരു പർട്ടിക്കുലർ കൺട്രി മാത്രമല്ല നമ്മൾ കാണുന്നത്, റൈറ്റ്. കോമൺ ആയിട്ടുള്ള സ്പീഷീസ് ആണ്, റൈറ്റ്. ഇപ്പൊ കോമൺ ആയിട്ടുള്ള സ്പീഷീസിനെ നമ്മൾ കോസ്മോപൊളിറ്റൻ സ്പീഷീസ് അല്ലെങ്കിൽ കോസ്മോപൊളിറ്റൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കാം. ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രം കാണപ്പെടുന്ന സ്പീഷീസിനെ എൻഡമിക് സ്പീഷീസ് എന്ന് വിളിക്കാം. ആ ഒരു ഫിനോമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എൻഡമിസം എന്ന് വിളിക്കുന്നത്, റൈറ്റ്. സോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻഡമിക്സ് എന്തായിരിക്കും? They are localized in distribution because of narrow ecological amplitude and they are unable to invade in fresh areas. Okay, ഒരു ചെറിയ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, അവർക്ക് പുതിയ സ്ഥലങ്ങളിലേക്ക് ഇൻവേഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവാണ്. മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് നമുക്ക്, അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എന്തായിരിക്കും? അവിടെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും, ക്ലൈമറ്റിൽ മാറ്റങ്ങൾ ഉണ്ടാവും, അല്ലെ, പല കാര്യങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാവും. സോ അതിനെ അഡാപ്റ്റ് ചെയ്യാനുള്ള ജീൻസ് ഇവർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഇവര് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാതെ ഈ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രമായിട്ട് നിൽക്കുന്നത്, റൈറ്റ്. ഇനി ചില എൻഡമിക് സ്പീഷീസിന് എന്താ, മൈഗ്രേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെയുള്ള സ്പീഷീസിന് നമ്മൾ എന്ത് വിളിക്കും? നിയോ എൻഡമിക്സ് എന്ന് വിളിക്കും. റിയൽ എൻഡമിക്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും മൈഗ്രേറ്റ് ചെയ്യുന്നില്ല, റൈറ്റ്. റിയൽ എൻഡമിക്സ് നെവർ മൈഗ്രേറ്റ്. നിയോ എൻഡമിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? പൊട്ടൻഷ്യൽ ഉണ്ട്, അവർക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, പക്ഷെ ഇപ്പൊ അവർ മൈഗ്രേറ്റ് ചെയ്യുന്നില്ല. ദാറ്റ് ഇസ് നിയോ എൻഡമിക്സ്, റൈറ്റ്. ഓക്കെ. ഓക്കെ. അപ്പൊ ചിലപ്പം ഈ ലൈക്ക് മൈഗ്രേഷൻ ഉണ്ടാവാത്തതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ബാരിയേഴ്സും അങ്ങനെയുള്ള ബാരിയേഴ്സും ആവാം, റൈറ്റ്. സോ ഇതൊക്കെയാണ് എൻഡമിക് സ്പീഷീസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, റൈറ്റ്. ഇനി ഇതിന് എക്സാമ്പിൾസ് എന്താ? നമ്മൾ മുമ്പ് പറഞ്ഞ കങ്കാരു, ദേ ആർ എൻഡമിക് ടു ഓസ്ട്രേലിയ. പോളാർ ബിയർ ഉണ്ട്, ദേ ആർ എൻഡമിക് ടു ആർട്ടിക് റീജിയൻ, റൈറ്റ്. ദെൻ ഗാലപാഗോസ് ഐലൻഡിൽ നമുക്ക് ഗാലപാഗോസ് ടോട്ടോയിസ് ഉണ്ട്. മഡഗാസ്കറിൽ നമുക്ക് ലെമുർ എന്ന് പറയുന്ന അനിമൽ ഉണ്ട്. ഓക്കെ. സോ ഇതൊക്കെ എന്താ എൻഡമിക് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. ഇങ്ങനെയുള്ള അനിമൽസ് മാത്രമല്ല, ചില പ്ലാന്റ്സും എൻഡമിക് ആണ്, റൈറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ നമ്മുടെ റെഡ് സാൻഡൽ, റെഡ് സാൻഡേഴ്സ് എന്ന് പറയുന്ന രക്തചന്ദ്രൻ, ഇത് എവിടെയുള്ള? ഇറ്റ് ഇസ് എൻഡമിക് ടു ഇന്ത്യ. നമ്മുടെ തെലുങ്കാന, ആന്ധ്രാപ്രദേശ് ആ ഒരു ഭാഗത്ത് മാത്രമേ ഇത് കാണുന്നതായിട്ട് കാണപ്പെടുന്നുള്ളൂ, റൈറ്റ്. സോ എൻഡമിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ റീജിയനിൽ മാത്രം കാണപ്പെടുന്ന സ്പീഷീസ് ആണ് എൻഡമിക് സ്പീഷീസ്. എക്സാമ്പിൾസ് ആർ ലെമൂർസ് ഓഫ് മഡഗാസ്കർ, ടോട്ടോയിസ് ഓഫ് ഗാലപാഗോസ്, റെഡ്വുഡ് ഫോറസ്റ്റ് ഓഫ് കാലിഫോർണിയ ആൻഡ് കങ്കാരു. ഇതൊക്കെ എന്താ? ദേ ആർ എൻഡമിക് സ്പീഷീസ്. ഇനി ഇന്ത്യയിലേക്ക് വരുവാണെങ്കിൽ നമുക്കും കുറെ എൻഡമിക് സ്പീഷീസ് ഉണ്ട്. ഇപ്പൊ ഏഷ്യാറ്റിക് ലയൺ എന്ന് പറയുന്ന ലയണിന്റെ സ്പീഷീസ്, നമുക്ക് ആഫ്രിക്കയിൽ ലയൺ ഉണ്ട്, ആ ലയൺ അല്ല, ഏഷ്യാറ്റിക് ലയൺ. ഏഷ്യാറ്റിക് ലയൺ എവിടെ മാത്രമേ ഉള്ളൂ? ഇന്ത്യ മാത്രമേ ഉള്ളൂ. ഏഷ്യാറ്റിക് ലൈൻ വേറെ ഒരു ഏഷ്യൻ കൺട്രിയിലും ഇല്ല, ഇന്ത്യ മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ എവിടെയുള്ള? ഗുജറാത്തിലെ ഗിർ നാഷണൽ പാർക്കിൽ മാത്രമേ ഈ പറയുന്ന ഏഷ്യാറ്റിക് ലൈൻ ഉള്ളൂ. ഓക്കെ. സോ ദാറ്റ് ഈസ് ആൻ എൻഡമിക് സ്പീഷീസ് ഇൻ ഇന്ത്യ. പിന്നെ അതുപോലെ തന്നെ കാശ്മീർ വാലിയിലുള്ള കാശ്മീർ സ്റ്റാഗ് എന്ന് പറയുന്ന ഒരു ഡിയർ, കാശ്മീർ സ്റ്റാഗ്, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഹങ്കൂൾ. ഹങ്കൂൾ എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ ഡിയർ, ഇത് എവിടെ മാത്രമേ ഉള്ളൂ? കാശ്മീരിൽ മാത്രമേ ഉള്ളൂ, ഈ കാശ്മീർ വാലി മാത്രമേ ഉള്ളൂ, റൈറ്റ്. ഇനി വെസ്റ്റേൺ ഗട്ട്സ് മാത്രമാണ് സിംഹവാലൻ കുരങ്ങ് എന്ന് പറയുന്നത്, ലയൺ ടെയിൽഡ് മക്കാക്കെ. ലയൺ ടെയിൽ മക്കാക്കെ, ദാറ്റ് ഇസ് സിംഹവാലൻ കുരങ്ങ്. അത് എവിടെ മാത്രമേ ഉള്ളൂ? ദാറ്റ് ഇസ് ഫൗണ്ട് ഓൺലി ഇൻ വെസ്റ്റേൺ ഗട്ട്സ്. സൗത്ത് ഇന്ത്യയിലെ വെസ്റ്റേൺ ഗട്ട്സിൽ മാത്രം കാണപ്പെടുന്ന സ്പീഷീസ് ആണ്, റൈറ്റ്. ഇനി ഒരു പർപ്പിൾ ഫ്രോഗ് എന്ന് പറയുന്ന ഫ്രോഗ്, പിഗ്നോസ് ഫ്രോഗ് എന്നൊക്കെ വിളിക്കുന്ന ഈ തവള, റൈറ്റ്. ഇത് എവിടെ മാത്രമേ ഉള്ളൂ? വെസ്റ്റേൺ ഗട്ട്സിൽ മാത്രമേ ഉള്ളൂ.
അതിന്റെ ലൈഫ് ടൈം കൂടുതലും ഇത് അണ്ടർഗ്രൗണ്ടിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്പീഷീസ് ആണ്. ഇടയ്ക്ക് മാത്രമേ പുറത്ത് വരത്തുള്ളൂ. സോ ഈ തവള വേറെ എവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റത്തില്ല, വെസ്റ്റേൺ ഗട്ട്സിൽ മാത്രമേ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രം കാണപ്പെടുന്ന സ്പീഷീസിനെയാണ് നമ്മൾ എൻഡമിക് സ്പീഷീസ് എന്ന് വിളിക്കുന്നത്. റൈറ്റ്. സോ ഏഷ്യാറ്റിക് ലയൺ, കാശ്മീർ സ്റ്റാഗ്, ഓക്കെ, ദെൻ നീലഗിരി താർ, നീലഗിരി ഹിൽസിൽ മാത്രമേ ഉള്ളൂ. കേരള, തമിഴ്നാട് അവിടെ നീലഗിരി ഹിൽസിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് നോർത്ത് ഈസ്റ്റിലോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലോ ഒന്നും പോയാൽ, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ പോയാൽ പോലും നീലഗിരി താറിനെ കാണാനായിട്ട് പറ്റത്തില്ല. നെക്സ്റ്റ് സാങ്കായ് ഡിയർ, ഓക്കെ, മണിപ്പൂരി മാത്രമാണ് ഉള്ളത്. റൈറ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് എൻഡമിക് സ്പീഷീസ് ഫൗണ്ട് ഇൻ ഇന്ത്യ. ഓക്കെ, ഇനി ബയോഡൈവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്ന രണ്ട് ടേംസ് ആണ് ബയോ പ്രോസ്പെക്ടിങ് ആൻഡ് ബയോ പൈറസി. ഓക്കെ, ബയോ പ്രോസ്പെക്ടിങ് ആൻഡ് ബയോ പൈറസി. ഒരെണ്ണം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ടേം ആണ് ബയോ പ്രോസ്പെക്ടിങ് എന്ന് പറയുന്നത്. ബയോ പൈറസി യൂഷ്വലി ഒരു നെഗറ്റീവ് സെൻസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ബയോ പ്രോസ്പെക്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിൽ നിന്ന് നമുക്ക് ഒരു വാണിജ്യ തലത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന എന്തെങ്കിലും പ്രൊഡക്ട്സ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പറ്റുമോ, അതിനെ പറ്റിയിട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബയോ പ്രോസ്പെക്ടിങ് എന്ന് വിളിക്കുന്നത്. ഇസ് ദ സെർച്ച് ഫോർ ആൻഡ് ദ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് ന്യൂ പ്രൊഡക്ട്സ് ദാറ്റ് ഹാവ് ബീൻ സോഴ്സ്ഡ് ഫ്രം നേച്ചർ. നേച്ചറിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിൽ നിന്ന് വാണിജ്യ ആവശ്യത്തിലേക്ക് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ യൂസിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന എന്തെങ്കിലും പ്രൊഡക്ട്സ് ഉണ്ടോ, അതിന് വേണ്ടിയിട്ടുള്ള റിസർച്ച്, അതിന് വേണ്ടിയിട്ടുള്ള സെർച്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബയോ പ്രോസ്പെക്ടിങ് എന്ന് വിളിക്കുന്നത്. ഈ ബയോ പൈറസി എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ഫാർമേഴ്സ് അല്ലെങ്കിൽ ട്രൈബൽസ്, ഇവരുടെ കയ്യിലൊക്കെ എന്തുണ്ട്? ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള നോളജ് ഉണ്ട്. റൈറ്റ്. ട്രഡീഷണൽ നോളജ് ഉണ്ട്. അതായത് ഏത് സമയത്ത് കൃഷി ചെയ്യണം, എന്തൊക്കെ വളം കൊടുക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്യണം, ലൈക്ക് ഏതൊക്കെ ക്രോപ്സ് ഇടവേളയായിട്ട് കൃഷി ചെയ്യാം, ഇതിൻ്റെയൊക്കെ മെഡിസിനൽ വാല്യൂസ് എന്താണ്. സോ ഇതിനെ പറ്റിയിട്ടൊക്കെയുള്ള ലോക്കൽ ഓർ ട്രഡീഷണൽ നോളജ് ആർക്കുണ്ട്? നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിലുള്ള വില്ലേജേഴ്സിനും ഫാമേഴ്സിനും അതുപോലെ ട്രൈബൽസിനും ഒക്കെ ഉണ്ട്. സോ ഇവരുടെ ഈ നോളജിനെ ലൈക്ക് ഇവരുടെ പെർമിഷൻ ഇല്ലാതെ പല കാര്യങ്ങളും എന്തായിരിക്കും, ഇവര് നെക്സ്റ്റ് ജനറേഷൻ ബൈ ജനറേഷൻ മാത്രമേ ഇവർ കൈമാറാറുള്ളൂ. ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിക്കുള്ള നോളജ് തൊട്ട് അടുത്ത് താമസിക്കുന്ന മറ്റൊരു ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. റൈറ്റ്. അതൊരു ട്രഡീഷണൽ ആയിട്ട് അവർ കൈമാറി വരുന്ന നോളജാണ്. റൈറ്റ്. അപ്പൊ അവരുടെ പെർമിഷൻ ഇല്ലാതെ, ഓക്കെ, വിത്തൗട്ട് ദെയർ പെർമിഷൻ ഇവരുടെ ഈ നോളജ് എടുത്തിട്ട് റിസർച്ചിന് വേണ്ടിയിട്ട് സയന്റിസ്റ്റ് യൂസ് ചെയ്യുന്നതിനെയാണ് ബയോ പൈറസി എന്ന് വിളിക്കുന്നത്. റൈറ്റ്. ഓക്കെ, കാരണം ലൈക്ക് അവർക്ക് അതിന്റെ പ്രയോജനം കിട്ടത്തില്ല, അല്ലെ? ഈ സയന്റിസ്റ്റ് ഇവരുടെ നോളജ്, റിസർച്ചേഴ്സ് ഇവരുടെ നോളജ് വെച്ചിട്ട് മേ ബി അത് കൊമേഴ്ഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ ആരെങ്കിലും റെക്കഗ്നൈസ് ചെയ്യോ, ഇവർക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടോ? ഇല്ല. സോ ദാറ്റ് ഈസ് ആക്ച്വലി മെന്റ് ബൈ ബയോ പൈറസി. സോ ബയോ പൈറസി ഒരു നെഗറ്റീവ് ടേംസിലാണ് അല്ലെങ്കിൽ നെഗറ്റീവ് ഷെയ്ഡിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ബയോ പൈറസി. റൈറ്റ്. ഓക്കെ, ഇനി ബയോഡൈവേഴ്സിറ്റിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഒരുപാട് സ്പീഷീസുകളെ പറ്റിയിട്ട് നമുക്ക് ലൈക്ക് ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ന്യൂസിൽ വരുന്ന സ്പീഷീസുകളെ പറ്റിയിട്ട്. റൈറ്റ്. ഓൾമോസ്റ്റ് എപ്പോഴും ഈ ഡിസ്കഷൻ വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നമ്പേഴ്സ് കുറയുന്നു അല്ലെങ്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും. റൈറ്റ്. സോ വി ഹാവ് സംതിങ് വിച്ച് ഇസ് കോൾഡ് ആസ് IUCN റെഡ് ഡേറ്റ ലിസ്റ്റ് ഓർ റെഡ് ബുക്ക് എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. റൈറ്റ്. സോ IUCN എന്ന് പറയുന്നത് ആക്ച്വലി എന്താ, ഒരു NGO ആണ്. ഓക്കെ, നേച്ചർ കൺസർവേഷൻ, അതുപോലെ നാച്ചുറൽ റിസോഴ്സസിന്റെ സസ്റ്റൈനബിൾ യൂസ്, പിന്നെ അതുപോലെ തന്നെ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള റിസർച്ച് ആൻഡ് അനാലിസിസ് ഒക്കെ ചെയ്യുന്ന ഒരു NGO ആണ് IUCN. IUCN ഫുൾ ഫോം എന്താ? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. റൈറ്റ്. സോ ഈ IUCN ഒരു ഡേറ്റ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് കോൾഡ് ആസ് റെഡ് ഡേറ്റ ബുക്ക്. റൈറ്റ്. അപ്പൊ ഇതിനകത്ത് ഇവർ ഉദ്ദേശിക്കുന്നത് എന്താ? സ്പീഷീസുകളെ ഒരു പല കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. റൈറ്റ്. ഇപ്പൊ എക്സ്റ്റെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓൾറെഡി എക്സ്റ്റെന്റ് ആയി പോയ സ്പീഷീസ്. നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ എക്സ്റ്റെന്റ് വൈൽഡ് എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട്. അതായത് ഈ പർട്ടിക്കുലർ ആനിമലിനെ ഇപ്പൊ സൂയിലോ നമ്മൾ കൺസർവ് ചെയ്ത സ്ഥലത്ത് മാത്രമേ കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ. സ്വാഭാവികമായിട്ട് വനങ്ങളിൽ ഇവർ എക്സ്റ്റെന്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് സ്പീഷീസ് എന്ന് പറയുന്നത് ത്രെട്ടൻഡ് സ്പീഷീസ് ആണ്. ഓക്കെ, അതിനകത്ത് തന്നെ പല ടൈപ്പ് ഉണ്ട്. ലൈക്ക് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ഉണ്ട്, എൻഡേഞ്ചേർഡ് ഉണ്ട്, വൾണറബിൾ ഉണ്ട്. റൈറ്റ്. അത് കഴിയുമ്പോഴത്തേക്കും എന്താ, കുറച്ചും കൂടെ വലിയ കുഴപ്പമില്ലാത്ത തരത്തിലുള്ള സ്പീഷീസ് ആവും. ദാറ്റ് ഈസ് നിയർ ത്രെട്ടൻഡ്. ചില സ്പീഷീസിനെ പറ്റിയിട്ട് നമ്മൾ വറീഡ് അല്ല, അതിന് നമ്മൾ എന്ത് വിളിക്കും? ലീസ്റ്റ് കൺസേൺ എന്ന് വിളിക്കും. ഓക്കെ, അപ്പം ഏറ്റവും അധികം മീൻസ് എക്സ്റ്റൻഷൻ ഒക്കെ ഉണ്ടാവാൻ സാധ്യത കുറവ്, അവരുടെ പോപ്പുലേഷൻ ഒക്കെ ആവശ്യത്തിനുണ്ട്, അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ലീസ്റ്റ് കൺസേൺ. ഓക്കെ, കുറച്ചുകൂടെ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിയർ ത്രെട്ടൻഡ്.
ഒരുപാട് പ്രശ്നം വരുന്നതാണെങ്കിൽ നെക്സ്റ്റ് ലെവലിൽ വരുമ്പോൾ വൾണറബിൾ, അതിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എൻഡേഞ്ചർഡ്, അതിലും കൂടുതൽ പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്, അവരുടെ നമ്പർ കുറവാണെങ്കിൽ ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ്. ഇനി അവരെ സ്വാഭാവികമായിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ദേ ആർ എക്സ്റ്റിങ്ക്ട് ഇൻ വൈൽഡ്. ഇനി ഇനി അവരുടെ ലൈക്ക് ഒരെണ്ണം പോലും പർട്ടിക്കുലർ സ്പീഷീസിലെ ഒരെണ്ണം പോലും നമ്മുടെ സൂയിലോ കൺസിഡർ ചെയ്യുന്ന സ്ഥലത്തോ ഇല്ലെങ്കിൽ ദാറ്റ് ഇസ് എക്സ്റ്റിങ്ക്ട്. സോ ഇങ്ങനെ അവർ പല കാറ്റഗറീസിലായിട്ട് നമ്മുടെ സ്പീഷീസുകളെ തരം തിരിച്ചിട്ടുണ്ട്, റൈറ്റ്. സോ ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് സ്വിറ്റ്സർലൻഡിലാണ്. ഇറ്റ് വാസ് ഫൗണ്ടഡ് ഇൻ ദ ഇയർ, ഈ റെഡ് ലിസ്റ്റ് എന്ന് പറയുന്ന സാധനം വന്നത് 1964 റൈറ്റ്. സോ ത്രെട്ടൻഡിൽ വരുന്നതാണ് ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ്, എൻഡേഞ്ചർഡ് ആൻഡ് വൾണറബിൾ, റൈറ്റ്. ഓക്കെ. സോ ഇത് പല കാറ്റഗറി ആയിട്ടാണ് തിരിക്കുന്നത്. ഓക്കെ. സോ എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത് എന്താ? നോ റീസണബിൾ ഡൗട്ട് ദാറ്റ് ദ ലാസ്റ്റ് ഇൻഡിവിജ്വൽ ഹാസ് ഡൈഡ്. അതായത് ഈ ഒരു പർട്ടിക്കുലർ സ്പീഷീസിലെ ഒരു ഇൻഡിവിജ്വൽ പോലും ഇന്ന് ജീവനോടെ ഇല്ല. ദാറ്റ് ഇസ് എക്സ്റ്റെൻഡ്. എക്സ്റ്റെൻഡ് ഇൻ വൈൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? നോൺ ടു ഹാവ് സർവൈവ് ഇൻ ക്യാപ്റ്റിവിറ്റി, കൾട്ടിവേഷൻ ഓർ വെൽ ഔട്ട്സൈഡ് ഇറ്റ്സ് നാച്ചുറൽ റേഞ്ച്. നാച്ചുറലി ഇവർ ഈ പർട്ടിക്കുലർ സ്പീഷീസ് ഉള്ള സ്ഥലത്ത് നിന്ന് മാറ്റി കൺസർവ് ചെയ്യുന്ന സ്ഥലത്തോ കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്ഥലത്തോ മാത്രമേ ഇവരുള്ളൂ. ദാറ്റ് ഇസ് എക്സ്റ്റെൻഡ് ഇൻ വൈൽഡ്. ദെൻ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്, എക്സ്ട്രീം റിസ്ക് ഓഫ് എക്സ്റ്റിങ്ഷൻ ഇൻ ദ വൈൽഡ്. ഓക്കെ. ഏറ്റവും കൂടുതൽ എക്സ്റ്റൻഷൻ ഫേസ് ചെയ്യുന്നതാണ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്. എൻഡേഞ്ചേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈ റിസ്ക്, എക്സ്ട്രീം മാറി ഹൈ ആവും, ഹൈ റിസ്ക് ഓഫ് എക്സ്റ്റിങ്ഷൻ ഇൻ വൈൽഡ്. ഓക്കെ. നെക്സ്റ്റ് വൾണറബിൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ എന്തായിരിക്കും, റിസ്ക് കുറവായിരിക്കും, പക്ഷെ അവർക്കും എക്സ്റ്റെൻഡ് ആവാനുള്ള ഇതുണ്ട്. ഓക്കെ. ഇനി നിയർ ത്രെട്ടൻഡ് എന്ന് പറഞ്ഞാൽ ക്ലോസ് ടു ക്വാളിഫൈങ് ഓർ ലൈക്ലി ടു ക്വാളിഫൈ ഫോർ എ ത്രെട്ടൻഡ് കാറ്റഗറി. ഓക്കെ. ഈ ത്രെട്ടൻഡ് കാറ്റഗറിയിലേക്ക് എത്താൻ ഏറ്റവും അടുത്ത് കിടക്കുന്നത്. നെക്സ്റ്റ് ഇസ് ലീസ്റ്റ് കൺസേൺ, നമ്മൾ അതിനെപ്പറ്റി ബോധേഡല്ല, റൈറ്റ്. നെക്സ്റ്റ് വേറൊരു കാറ്റഗറിയും കൂടി ഉണ്ട്, ദാറ്റ് ഇസ് ഡേറ്റ ഡെഫിസിറ്റ്. ഓക്കെ. ഡേറ്റ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഇല്ല. നോ ഇനഫ് ഇൻഫർമേഷൻ ഓൺ ദ അബൻഡൻസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ടു എസ്റ്റിമേറ്റ് ദ റിസ്ക് ഓഫ് എക്സ്റ്റൻഷൻ. ഇതിനകത്ത് ഏത് കാറ്റഗറിയിൽ പെടുത്തണമെന്ന് ചില സ്പീഷീസുകളെ പറ്റിയിട്ട് നമുക്ക് സർവേ നടത്തിയിട്ടുണ്ടാകത്തില്ല, അല്ലെങ്കിൽ നമുക്ക് അതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഇല്ല, അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്താത്ത ഒരുപാട് സ്പീഷീസ് ഉണ്ട്, റൈറ്റ്. അതൊക്കെ എന്താ? ഡേറ്റ ഡെഫിസിറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്, റൈറ്റ്. സോ ദീസ് ആർ ദ ത്രീ, അല്ലെങ്കിൽ ദീസ് ആർ ദ കാറ്റഗറീസ്. അപ്പോൾ ലീസ്റ്റ് കൺസേൺ, നിയർ ത്രെട്ടൻ, വൾണറബിൾ, എൻഡേഞ്ചർഡ്, ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ്, എക്സ്റ്റെൻഡ് വൈൽഡ് ആൻഡ് എക്സ്റ്റെൻഡ്. ഇതിന്റെ ഒരു ഓർഡർ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇനി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് സ്പീഷീസുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂസിൽ വന്നിട്ടുള്ള സ്പീഷീസ് ഒക്കെ ഡിസ്കസ് ചെയ്യും. അപ്പം അവർ ഏത് കാറ്റഗറിയിലാണ് ഉള്ളതെന്ന് നോക്കാം. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ സ്പീഷീസ് നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് ഇതൊന്ന് കുറച്ചുകൂടെ അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ചില സ്പീഷീസുകളുടെയൊക്കെ കാറ്റഗറി മാറ്റാറുണ്ട്. ഇപ്പം നല്ല കൺസർവേഷൻ എഫേർട്സ് നമ്മൾ എടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുക, റൈറ്റ്. ലൈക്ക് ഇപ്പോൾ വൾണറബിൾ ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ് എന്ന് വിചാരിക്കുക. നമ്മൾ അതിനെ പ്രോപ്പറായിട്ട് കൺസർവ് ചെയ്യുന്നു, റൈറ്റ്. അവരുടെ പോപ്പുലേഷൻ കൂട്ടാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, കുറേ നാൾ കഴിയുമ്പോൾ മേ ബി ഒരു 10 yearsൽ നമുക്ക് ഈ വൾണറബിൾ എന്നുള്ള കാറ്റഗറിയിൽ നിന്ന് അതിനെ നിയർ ത്രെട്ടൻഡിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും, റൈറ്റ്. അപ്പം അതുകൊണ്ട് ചില സ്പീഷീസിന്റെ കാറ്റഗറി ഒക്കെ മാറുന്നുണ്ട്. ഓക്കെ. ഓഫൺ അത് മാറുന്നുണ്ട്. ചിലർ ഇതുപോലെ വൾണറബിളിൽ നിന്ന് തിരിച്ചും വരുന്നുണ്ട്, എൻഡേഞ്ചേർഡിലേക്കും, എൻഡേഞ്ചേർഡിൽ നിന്ന് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡിലേക്കും അങ്ങനെ വരുന്നുണ്ട്. കൺസർവേഷൻ ആക്ടിവിറ്റീസ് പോസിറ്റീവ്ലി വർക്ക് ചെയ്യുമ്പോൾ റിവേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, റൈറ്റ്. സോ അതുകൊണ്ട് കറണ്ട് ആയിട്ടുള്ള സ്റ്റാറ്റസ് ഇമ്പോർട്ടൻ്റ് ആണ്. എവറി ഇയർ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും കറണ്ട് ആയിട്ടുള്ള സ്റ്റാറ്റസ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്, റൈറ്റ്. സോ ദ ഇൻഫർമേഷൻ സൈറ്റഡ് ഇൻ IUCN റെഡ് ലിസ്റ്റ് ഈസ് യൂസ്ഡ് ബൈ വേരിയസ് ഓർഗനൈസേഷൻ ഇൻ ദ ഫോളോയിങ് വേസ്, റൈറ്റ്. ഇപ്പം സൈറ്റ്സ് എന്ന് പറയുന്ന കൺവെൻഷൻ ഉണ്ട്. സൈറ്റ്സ് ട്രാഫിക്കിംഗ് ഓഫ് അനിമൽസിന് എതിരെയുള്ള ഒരു ഇന്റർനാഷണൽ എഗ്രിമെന്റാണ്. റാംസർ കൺവെൻഷൻ ഉണ്ട്. ഓക്കെ. വെറ്റ്ലാൻഡ്സിനെ കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ്, റൈറ്റ്. അപ്പൊ ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? ഈ IUCN റെഡ് ഡേറ്റ ബുക്ക് അല്ലെങ്കിൽ റെഡ് ലിസ്റ്റിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? കൺസർവേഷൻ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത്, റൈറ്റ്. വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ് യൂസസ് ദ IUCN റെഡ് ലിസ്റ്റ് ടു ഇവാലുവേറ്റ് ദ റിസ്ക് ഓഫ് ഡാമേജ് ടു ബയോഡൈവേഴ്സിറ്റി. വേൾഡ് ബാങ്ക് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സൂസ് ആൻഡ് നാഷണൽ പാർക്സ് യൂസ് ദിസ് ഇൻഫർമേഷൻ ടു അപ്ഗ്രേഡ് ദ ഇമ്പോർട്ടൻറ്റ് പോളിസീസ് ലൈക്ക് പാർക്സ് റെഗുലേഷൻസ് ഫ്രം ടൈം ടു ടൈം, റൈറ്റ്. അപ്പോൾ മറ്റനേകം ഏജൻസീസിനെ ഗൈഡ് ചെയ്യുന്ന കുറേ സെറ്റ് ഓഫ് ഇൻഫർമേഷനും കൂടിയാണ് ഈ IUCN റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറയുന്നത്, റൈറ്റ്. സോ ഈ ഇൻഫർമേഷൻ ബേസ് ചെയ്തിട്ട് ഒരുപാട് ഇന്റർനാഷണൽ കൺവെൻഷൻസ് വർക്ക് ചെയ്യുന്നുണ്ട്, റൈറ്റ്. ഓരോ രാജ്യങ്ങളും അവരുടെ പോളിസീസും കാര്യങ്ങളും ഒക്കെ ഫോം ചെയ്യുന്നുണ്ട് ഈ ഇൻഫർമേഷൻ ബേസ് ചെയ്താൽ. ഓക്കെ, ഫൈൻ. സോ ദീസ് ആർ സം ഓഫ് ദ ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് സ്പീഷീസ് ഇൻ ഇന്ത്യ, റൈറ്റ്. പിന്നീട് നമുക്ക് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ. കോളർ ലീഫ് നോസ് ബാറ്റ് ഓഫ് കർണാടക, ലാർജ് റോക്ക് റാറ്റ് ഇൻ തമിഴ്നാട്, റൈറ്റ്.
ഓക്കെ, അങ്ങനെ ഓരോ സ്പീഷീസ് ഉണ്ട്. ഇതൊക്കെ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. റൈറ്റ്, ഇതിനകത്ത് തന്നെ മലബാർ സിവറ്റ് പോസിബിളി എക്സ്റ്റെൻഡ് എന്നാണ് പറയുന്നത്, കാരണം അടുത്ത കാലത്തൊന്നും അതിനെ കണ്ടിട്ടില്ല. ഓക്കെ, ദെൻ സുമാത്രൻ റൈനോസ് നോട്ട് ഫൗണ്ട് ഇൻ ഇന്ത്യ. ജാവൻ റൈനോസ് ദാറ്റ് ഈസ് ഓൾസോ നോട്ട് ഫൗണ്ട് ഇൻ ഇന്ത്യ. പണ്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ഇല്ല. റൈറ്റ്, ഫൈൻ. സോ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് ഉള്ളപ്പോഴാണ് ഒരു അനിമലിനെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്പീഷീസിനെ നമ്മൾ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്തുന്നത്? വാട്ട് ആർ ദ ക്രൈറ്റീരിയാസ്? ഓക്കെ, ക്രൈറ്റീരിയാസ് ഇത്രേ ഉള്ളൂ. പോപ്പുലേഷൻ ഹാവ് ഡിക്ലൈൻ ഓർ വിൽ ഡിക്രീസ് ബൈ ഗ്രേറ്റർ ദാൻ 80% ഓവർ ദ ലാസ്റ്റ് 10 years. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 80% ഡിഗ്രീസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അടുത്ത 10 വർഷത്തിൽ 80% ഡിഗ്രീസ് വരും. പിന്നെ എന്താ, റെസ്ട്രിക്റ്റഡ് ജോഗ്രഫിക്കൽ ഏരിയ, ചെറിയൊരു ഏരിയ മാത്രമേ വരുള്ളൂ, അല്ലെങ്കിൽ അവരുടെ പോപ്പുലേഷൻ ഭയങ്കര കുറവാണ്. ഓക്കെ, ലെസ് ദാൻ 250 ഇൻഡിവിജ്വൽസ്, ആകെ 250 എണ്ണമേ ഉള്ളൂ. റൈറ്റ്, ദെൻ എവറി 3 year അല്ലെങ്കിൽ ഒരു ജനറേഷനിൽ 25% വെച്ചിട്ട് കുറവ് വരുന്നുണ്ട്. റൈറ്റ്, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഇവരെ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുത്തുന്നത്. റൈറ്റ്, ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസ്ക് കൂടിക്കഴിഞ്ഞാൽ എന്താവും? ദേ വിൽ ബിക്കം എക്സ്റ്റെൻഡ് ഇൻ വൈൽഡ്. റൈറ്റ്, ഓക്കെ, റൈറ്റ്. സോ ദാറ്റ് ഈസ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്. ഇങ്ങനെ ഓരോ സ്പീഷീസിനും നമ്മൾ മുമ്പേ പറഞ്ഞ ഓരോ ലെവൽസിനും ഓരോ ക്രൈറ്റീരിയാസ് ഉണ്ട്. എല്ലാ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, അതുകൊണ്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, യു ക്യാൻ റീഡ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്. റൈറ്റ്, ഓക്കെ. ഇനി സ്പീഷീസുകളെ നമ്മൾ പല പേരുകളിട്ട് വിളിക്കാറുണ്ട്. ഓക്കെ, കീസ്റ്റോൺ സ്പീഷീസ്, ഫൗണ്ടേഷൻ സ്പീഷീസ്, ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ്, ഇൻഡിക്കേറ്റർ സ്പീഷീസ്, എൻഡമിക് സ്പീഷീസ്. എൻഡമിക് സ്പീഷീസ് എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രം കാണപ്പെടുന്ന സ്പീഷീസിനെയാണ് എൻഡമിക് സ്പീഷീസ് എന്ന് വിളിക്കുന്നത്. ദെൻ ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ്, ഓക്കെ, അംബ്രല സ്പീഷീസ്, ഇങ്ങനെ പല പേരുകളിട്ട് സ്പീഷീസിനെ വിളിക്കാറുണ്ട്. ഇത് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആയിട്ട് തോന്നിയിട്ടുണ്ട്, പലപ്പോഴും ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. റൈറ്റ്, സോ എന്തൊക്കെയാണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് കീസ്റ്റോൺ സ്പീഷീസ്. കീസ്റ്റോൺ സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈ കീസ്റ്റോൺ എന്ന് വിളിക്കുന്നത്? കീസ്റ്റോൺ എന്ന് പറയുന്ന ടേം ലൈക്ക് അതിന്റെ ഒറിജിനൽ മീനിങ് എന്താണെന്നറിയോ? അതായത് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ പണ്ടൊക്കെ ഈ കോൺക്രീറ്റും സിമെന്റും അതുപോലെ തന്നെ സ്റ്റീലും ഒന്നും ഇല്ലാത്ത സമയത്ത് ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കാൻ നേരത്ത് ഈ വെയിറ്റ് ഇങ്ങനെ ഭയങ്കര ഈവൻലി ആയിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക. ചില ആർച്ചസ് ഒക്കെ ഉണ്ടാവും. റൈറ്റ്, അപ്പൊ അതിന്റെ നടുക്കൊരു സ്റ്റോൺ ഉണ്ടാവും. ആ സ്റ്റോണിലേക്കാണ് രണ്ട് സൈഡിൽ നിന്നും വെയിറ്റ് വരുന്നത്, രണ്ട് ബാലൻസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ കീ സ്റ്റോൺ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എൻറ്റയർ സ്ട്രക്ചർ കൊളാപ്സ് ചെയ്യും. റൈറ്റ്, ആ കീ സ്റ്റോൺ റിമൂവ്ഡ് ആയി കഴിഞ്ഞാൽ എൻറ്റയർ സ്ട്രക്ചർ താഴേക്ക് വരും. റൈറ്റ്, അതായത് ഒരു വെയിറ്റ് ബാലൻസ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്, ഇങ്ങനെ ആർച്ചസ് ഒക്കെ കല്ലടുക്കി വെക്കുമ്പോൾ. റൈറ്റ്, എന്ന് പറഞ്ഞതുപോലെ ഈ കീ സ്റ്റോൺ സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്കോസിസ്റ്റം അല്ലെങ്കിൽ എൻവയൺമെന്റിൽ നിന്ന് ഈ പർട്ടിക്കുലർ സ്പീഷീസ് എക്സ്റ്റെൻഡ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. റൈറ്റ്, എ കീ സ്റ്റോൺ സ്പീഷീസ് ഇസ് വൺ whose presence or absence in an ecosystem causes significant changes in the abundance or occurrence of at least one or other species. അതായത് ഇവരുണ്ടെങ്കിൽ കുറെ ഗുണങ്ങളുണ്ട്, ഇവരെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയുള്ള സ്പീഷീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കീ സ്റ്റോൺ സ്പീഷീസ് എന്ന് വിളിക്കുന്നത്. റൈറ്റ്, ഇതിനൊരു കാസ്കേഡിങ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പീഷീസ് റിമൂവ് കഴിഞ്ഞാൽ മറ്റൊരു സ്പീഷീസ് അഫക്റ്റഡ് ആവും, ആ സ്പീഷീസ് അഫക്റ്റഡ് ആണെങ്കിൽ അടുത്ത സ്പീഷീസ് അഫക്റ്റഡ് ആവും. റൈറ്റ്, അങ്ങനെ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ എൻവയൺമെന്റിനെ മൊത്തത്തിൽ ഡാമേജ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം ഇവരെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണമായിട്ട് മാറും. സോ ദാറ്റ് ഈസ് ആക്ച്വലി കീ സ്റ്റോൺ സ്പീഷീസ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ടൈഗറിനെ എടുക്കാം. ടൈഗർ വേണമെങ്കിൽ ഒരു കീ സ്റ്റോൺ സ്പീഷീസ് ആണെന്ന് പറയാം. കാരണം എന്താ? ഈ ടൈഗർ എന്തിനാ കൊന്ന് ഭക്ഷിക്കുന്നത്? എന്തിനാ കഴിക്കുന്നത്? ഡിയറിനെയാണ് കഴിക്കുന്നത്, അല്ലെ? ഡിയറിനെയാണ് കഴിക്കുന്നത്. ഈ ടൈഗർ ഡിയറിനെ കഴിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഡിയറിന്റെ പോപ്പുലേഷൻ ഭയങ്കര അധികം കൂടും, അല്ലെ? ഡിയറിന്റെ പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഡിയർ എന്ത് ചെയ്യും? ഡിയർ ഈ കാട്ടിലുള്ള പുല്ലും ചെടികളും മൊത്തം കൺസ്യൂം ചെയ്യും. കുറെ നാൾ കഴിയുമ്പോൾ എന്തായിരിക്കും? ആ കാട്ടില് വേറെ പ്ലാന്റ്സ് ഒന്നും ഇല്ലാത്ത അവസ്ഥയാവും, അല്ലെ? അപ്പൊ പ്ലാന്റ്സ് എക്സ്റ്റെൻഡ് ആവും. ഈ പ്ലാന്റ്സ് കഴിക്കുന്ന വേറെ ഡിയർ മാത്രമല്ല, വേറെ അനിമൽസ് ഉണ്ട്, അല്ലെ? ആ അനിമൽസും എക്സ്റ്റെൻഡ് ആവും. സോ എന്റെ പ്ലാന്റ്സ് എന്ന് പറയുന്നത് എന്താ? ഫുഡ് ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലാന്റ്സിൽ നിന്നാണ്, അല്ലെ? അപ്പൊ പ്ലാന്റ്സ് പോയി കഴിഞ്ഞാൽ എന്താ? എൻറ്റയർ ഫുഡ് ചെയിൻ ഡിസ്റപ്റ്റഡ് ആവും, ഡിയർ ചത്തുപോകും, അല്ലെ? കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബാക്കി കാർണിവോറസ് അനിമൽസും ഒക്കെ എക്സ്റ്റെൻഡ് ആവും. സോ ഈ ഡിയറിന്റെ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യുന്ന ആരാ? ഈ ടൈഗർ ആണ്. സോ ടൈഗറിന്റെ പ്രസൻസ് അവിടെ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ടൈഗറിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ചേഞ്ചസ് ആ എക്കോസിസ്റ്റത്തിൽ ഉണ്ടാവും. സോ അങ്ങനെയുള്ള സ്പീഷീസിനെയാണ് നമ്മൾ
കീസ്റ്റോൺ സ്പീഷീസ് എന്ന് വിളിക്കുന്നത്. റൈറ്റ്. എക്സാമ്പിൾസ് ഓഫ് കീസ്റ്റോൺ സ്പീഷീസ്. ബി എന്ന് പറഞ്ഞത് തേനീച്ച. ഓക്കെ, ബീസ് എന്താ ചെയ്യുന്നത്? പോളിനേഷൻ ആണ് ചെയ്യുന്നത് അല്ലെ? പോളിനേഷൻ ചെയ്യും. പോളിനേഷൻ വഴിയാണ് പ്ലാന്റ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ? ഫ്രൂട്ട്സും ഫ്ലവേഴ്സും അല്ലെ? ഫ്രൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. റൈറ്റ്. സോ ബീസിനെ റിമൂവ് ചെയ്യുന്നതിന് എന്ത് സംഭവിക്കും? പുതിയ പ്ലാന്റ്സ് ഉണ്ടാകത്തില്ല. ഫ്രൂട്ട്സ് ഉണ്ടായാലല്ലേ സീഡ്സ് ഉണ്ടാവുള്ളൂ, സീഡിൽ നിന്നല്ലേ പുതിയ പ്ലാന്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പം ബീസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പോളിനേഷൻ നടക്കാതെ വരും. അപ്പൊ ഫ്രൂട്ട്സ് ഉണ്ടാവുന്നില്ല, സീഡ്സ് ഉണ്ടാവത്തില്ല. അപ്പൊ എന്താവും? പ്ലാന്റ്സ് എക്സ്റ്റെൻഡ് ആവും. പ്ലാന്റ്സ് എക്സ്റ്റെൻഡ് ആയാൽ എന്താ? എൻറ്റയർ ഫുഡ് ചെയിൻ ഡിസപ്റ്റഡ് ആവും. ഓക്കെ. സോ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുള്ളത്, അതായത് നമ്മൾ ഹണി ബി ഒരിക്കൽ എക്സ്റ്റെൻഡ് ആയി കഴിഞ്ഞാൽ, ഹണി ബീസ് എക്സ്റ്റെൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഭൂമി ഒരു 4 കൊല്ലം കൂടെ ഉണ്ടാവത്തുള്ളൂ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാ? ഈ 4 കൊല്ലം കൊണ്ട് ബാക്കി സ്പീഷീസുകളും എക്സ്റ്റെൻഡ് ആവും. റൈറ്റ്. ഓക്കെ. ഇനി കടലെടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഫൈറ്റോ പ്ലാങ്ക്ടൺ ഒരു കീസ്റ്റോൺ സ്പീഷീസ് ആണ്. റൈറ്റ്. ടൈഗർ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ, ലയൺ, ക്രോക്കഡൈൽ, എലഫന്റ് ഒക്കെ എന്താ ചെയ്യുന്നത്? ക്രഷ് ചെയ്യും അല്ലെ? പുതിയ വഴികൾ ഉണ്ടാക്കുന്നു, ക്രഷ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള പല ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. റൈറ്റ്. സോ ദീസ് സ്പീഷീസ് ആർ കോൾഡ് ആസ് കീസ്റ്റോൺ സ്പീഷീസ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ കീസ്റ്റോൺ സ്പീഷീസ് എന്ന് വിളിക്കുന്നത്. ഇനി ചില സ്പീഷീസ് ഉണ്ട്, അതിനെ നമ്മൾ ഇൻഡിക്കേറ്റർ സ്പീഷീസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സം സ്പീഷീസ് ആർ കോൾഡ് ആസ് ഇൻഡിക്കേറ്റർ സ്പീഷീസ്. ഓക്കെ, ഇൻഡിക്കേറ്റർ സ്പീഷീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു എക്കോസിസ്റ്റത്തിന്റെ ഹെൽത്ത് അല്ലെങ്കിൽ അതിന്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് ഈ സ്പീഷീസിനെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഈ സ്പീഷീസ് ഉണ്ടെങ്കിൽ ചില സ്പീഷീസ് പൊല്യൂട്ടഡ് ആയിട്ടുള്ള എൻവയൺമെന്റിൽ അല്ലെങ്കിൽ എക്കോസിസ്റ്റത്തിൽ ജീവിക്കത്തില്ല. ഓക്കെ, അപ്പം നമ്മൾ നോക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ലൈക്കൻസ് എന്ന് പറയുന്ന സ്പീഷീസ് ഉണ്ട്. റൈറ്റ്. ഈ കല്ലേലും ചില മരങ്ങളിലൊക്കെ പറ്റിപ്പിടിച്ച് വളരുന്ന ഒരു സ്പീഷീസ് ആണ് ലൈക്കൺ എന്ന് പറയുന്നത്. ലൈക്കണ് നമ്മൾ ഒരു അർബൻ സ്പേസിലോ അല്ലെങ്കിൽ ഒരു സിറ്റിയിലോ പോയാൽ നമുക്ക് ലൈക്കൻസിനെ കാണാനായിട്ട് പറ്റത്തില്ല. എന്തുകൊണ്ടാ? അവിടെ പൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, സോ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു എൻവയൺമെന്റിൽ കാണുന്ന ഒരു സ്പീഷീസ് അല്ല ലൈക്കൻസ് എന്ന് പറയുന്നത്. റൈറ്റ്. അപ്പൊ ലൈക്കൻസ് ഉണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മൾ പോയിട്ട് അവിടെ ലൈക്കൻസ് കാണുവാണെങ്കിൽ അതെന്താ കാണിക്കുന്നത്? വാട്ട് ഡസ് ദാറ്റ് ഇൻഡിക്കേറ്റ്? അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അവിടെ പൊല്യൂഷൻ ഭയങ്കര കുറവാണെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. റൈറ്റ്. സോ ഇൻഡിക്കേറ്റർ സ്പീഷീസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? ദീസ് ആർ ദ സ്പീഷീസ്. റൈറ്റ്. അവരുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ, അവരെ കാണുവാണെങ്കിൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ എക്കോസിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ എൻവയൺമെന്റിന്റെ ഹെൽത്ത് പറയാനായിട്ട് പറ്റും. റൈറ്റ്. സോ ദേ ആർ ഓൾസോ കോൾഡ് ആസ് ബയോ ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, they are used as a measure of the local environment. Okay, they are also called as sentinel species. For example, frog, lichens, salmon, river otters, etc. ഇവരുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ പ്രസൻസ് ആൻഡ് ആബ്സെൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? എൻവയൺമെന്റ് എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടി പറ്റും. ഇപ്പൊ നല്ലൊരു സോയിലാണ്, ഹ്യൂമസ് റിച്ച് ആയിട്ടുള്ള സോയിലാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് കാണാൻ വേണ്ടി പറ്റും? മണ്ണിരനെ കാണാൻ വേണ്ടി പറ്റും. സോ മണ്ണിര ഉണ്ടെങ്കിൽ അത് എന്താ കാണുന്നത്? നല്ല എയർ സർക്കുലേഷൻ ഉള്ള സോയിലാണ് അല്ലെ? ഹ്യൂമസ് റിച്ച് ആയിട്ടുള്ള സോയിലാണ്, ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള സോയിലാണ്, ഒരുപാട് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് വരാത്ത സോയിലാണ്. ഇങ്ങനെയൊക്കെയുള്ള ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടും. റൈറ്റ്. ലൈക്കൻസ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കാണുവാണെങ്കിൽ എന്താ? പൊല്യൂട്ടഡ് അല്ലാത്ത എയർ ആണ് അവിടെ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ലൈക്കൻസ് അവിടെ ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ എൻവയൺമെന്റ് ഒരു ക്വാളിറ്റി അസസ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന സ്പീഷീസുകളെയാണ് നമ്മൾ ഇൻഡിക്കേറ്റർ സ്പീഷീസ് എന്ന് വിളിക്കുന്നത്. സോ ദേ ആർ ഇൻഡിക്കേറ്റർ സ്പീഷീസ്. ഓക്കെ, ഇനി അടുത്തതാണ് ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ്. ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ്. ഇപ്പൊ ഇതിനകത്ത് 2 വാക്കുകളാണ് വരുന്നത് അല്ലെ? ഇൻവേസീവ് എന്ന് പറഞ്ഞാൽ എന്താ? പുതിയ സ്ഥലങ്ങളിലേക്ക് എത്തുക എന്നുള്ള, ഇൻവേഡ് ചെയ്യുക, പുതിയ സ്ഥലത്തേക്ക് നമ്മൾ കോൺക്വർ ചെയ്യുക, പുതിയ സ്ഥലത്തേക്ക് മാറുക, ദാറ്റ് ഈസ് ഇൻവേഷൻ. ഏലിയൻ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ നാച്ചുറലി ഉള്ളതല്ല. ഓക്കെ, നാച്ചുറലി ഉള്ളതല്ല, പുറമേ നിന്ന് വരുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഏലിയൻസ് എന്ന് വിളിക്കുന്നത് അല്ലെ? ഇപ്പൊ ഏലിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്നത് എന്താ? ലൈക്ക് വേറെ പ്ലാനറ്റ്സിൽ നിന്ന് എർത്തിലേക്ക് വരുന്ന സ്പീഷീസ്, അന്യഗ്രഹ ജീവികളൊക്കെ നമ്മൾ ഏലിയൻസ് എന്നാണ് വിളിക്കുന്നത്. റൈറ്റ്. അപ്പൊ നാച്ചുറലി അവിടെ ഇല്ലാത്ത സ്പീഷീസുകളെ എന്നാൽ അവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പുതിയ ഏരിയയിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ള സ്പീഷീസുകളെയാണ് നമ്മൾ ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് എന്ന് വിളിക്കുന്നത്. സോ അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ദാറ്റ് ആർ unintentionally or purposefully brought into natural setting where they are not typically present and have severe negative effects. So they are actually called as invasive alien species. അതായത് ചിലപ്പോൾ നമ്മൾ ഇവരെ കൊണ്ടുവന്ന പർപ്പസ്ഫുള്ളി ആയിരിക്കും, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവന്നതായിരിക്കും. റൈറ്റ്. അതായത് നമ്മൾ പലപ്പോഴും പല സ്പീഷീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് പഠിക്കാതെയാണ് ഇവരെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ യൂക്കാലിപ്റ്റസ് എന്ന് പറയുന്ന ട്രീ ഉണ്ട് അല്ലെ? യൂക്കാലിപ്റ്റസ് ട്രീ.
ഈ യൂക്കാലിപ്റ്റസ് ട്രീ നാച്ചുറലി എവിടെയുള്ളത്? നാച്ചുറലി ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിലുള്ള ഒരു സ്പീഷീസ് ആണ് യൂക്കാലിപ്റ്റസ് എന്ന് പറയുന്നത്, റൈറ്റ്? പക്ഷെ എന്താ സംഭവിച്ചത്? നമ്മൾ ആ യൂക്കാലിപ്റ്റസ് ട്രീനെ പേപ്പറിന്റെ പൾപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു, റൈറ്റ്? ഈ യൂക്കാലിപ്റ്റസ് ട്രീനെ കഴിക്കുന്ന സ്പീഷീസ് ഏതാ? നമ്മുടെ പശുവും ആടും ഒക്കെ അതിന് കൺസ്യൂം ചെയ്യുന്നുണ്ടോ? ഇല്ല. ആകെ അതിന് കൺസ്യൂം ചെയ്യുന്ന കോല എന്ന് പറയുന്ന ഒരു അനിമലാണ് കൺസ്യൂം ചെയ്യുന്നത്. നമ്മൾ ഈ യൂക്കാലിപ്റ്റസ് ഇങ്ങോട്ട് കൊണ്ടുവന്നു, പക്ഷെ കോലേനെ കൊണ്ടുവന്നോ? ഇല്ല. അപ്പൊ ആസ് എ റിസൾട്ട് എന്ത് സംഭവിച്ചു? യൂക്കാലിപ്റ്റസ് വളരെയധികം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പൊ അതുകൊണ്ടുള്ള പ്രശ്നം എന്താ? യൂക്കാലിപ്റ്റസിന്റെ റൂട്ട്സ് വളരെ ആഴത്തിൽ പോയിട്ട് വെള്ളം കളക്ട് ചെയ്യും. സോ നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ലെവല് കുറയ്ക്കും. പിന്നെ അറ്റ്മോസ്ഫിയറിലെ മോയ്സ്ചറിനെയൊക്കെ അത് ഡിസ്ട്രപ്റ്റ് ചെയ്യുന്നുണ്ട്. സോ മൈക്രോ ക്ലൈമറ്റിനെയൊക്കെ അത് താറുമാറാക്കി. ഓക്കെ, സോ അങ്ങനെയുള്ള സ്പീഷീസിനെയൊക്കെയാണ് നമ്മൾ ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് എന്ന് വിളിക്കുന്നത്, റൈറ്റ്? നമ്മൾ ചിലപ്പോൾ പർപ്പസ്ഫുള്ളി കൊണ്ടുവന്നതായിരിക്കും, ചിലപ്പോൾ നമ്മൾ അറിയാതെ വന്നിട്ടുള്ള സ്പീഷീസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിലുള്ള ആഫ്രിക്കൻ ഒച്ച എന്ന് പറയുന്ന സ്പീഷീസ് ഉണ്ട്, റൈറ്റ്? ആഫ്രിക്കയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഷിപ്പ് വന്നപ്പം ഷിപ്പില് കാലിയായിട്ട് ഷിപ്പ് വരുവാണെങ്കിൽ, ഓക്കെ, വീക്കെൻഡ് ആയിട്ടാണ് വരുന്നത്, അതിന്റെ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ബാലസ്റ്റ് വാട്ടർ എന്ന് പറയുന്ന വാട്ടർ ആഡ് ചെയ്യും. ഓക്കെ, അതായത് കടലിൽ നിന്ന് കുറെ വെള്ളം പമ്പ് ചെയ്ത് അല്ലെങ്കിൽ വാട്ടർ പമ്പ് ചെയ്ത് അതിനകത്ത് നിറയ്ക്കും, റൈറ്റ്? അതിന്റെ ആ ഒരു വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. തിരിച്ചിവിടെ വന്ന് ലോഡ് കൂടുതൽ കിട്ടുമ്പോൾ എന്താ, ഈ വാട്ടർ ആവശ്യമില്ല. അപ്പൊ എന്ത് ചെയ്യും? ആ വെള്ളം തുറന്നു വിടും. അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വെയിറ്റ്, ഒരു സഫീഷ്യന്റ് വെയിറ്റ് വേണം ഷിപ്പിന്. സോ അതിന് വേണ്ടിയിട്ട് അതിനകത്ത് വെള്ളം നിറച്ചിട്ടായിരിക്കും കൊണ്ടുവരുന്നത്. ഇവിടെ വന്ന് കഴിയുമ്പോൾ എന്താ, ആ വെള്ളം തുറന്നു വിട്ടിട്ട് എന്തായിരിക്കും, ഇവിടുന്ന് ലോഡ് എടുത്തിട്ടായിരിക്കും തിരിച്ച് ആ ഷിപ്പ് പോകുന്നത്. അപ്പൊ അങ്ങനെ ഈ വാട്ടർ തുറന്നു വിടുമ്പോൾ എന്തായിരിക്കും, അവിടെ ഉണ്ടായിരുന്ന സ്പീഷീസ്, അവിടെ ഉള്ള ഏതെങ്കിലും സ്പീഷീസ് ഇതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അതിവിടേക്ക് ഡെപ്പോസിറ്റ് ആവാനുള്ള സാധ്യത. അങ്ങനെ ആഫ്രിക്കൻ ഒച്ചൊക്കെ വന്നത് അങ്ങനെയാണെന്ന് പറയപ്പെടുന്നു, റൈറ്റ്? ഓക്കെ, അപ്പൊ പർപ്പസ്ഫുള്ളി വന്നതാവാം, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ കൊണ്ടുവന്നിട്ടുള്ള സ്പീഷീസും ആവാം. സോ ഇവര് വന്നു കഴിഞ്ഞാലത്തെ പ്രശ്നം എന്താ, ഇവര് വളരെ പെട്ടെന്ന് തന്നെ ആ എൻറ്റയർ ഏരിയയിലേക്ക് സ്പ്രെഡ് ചെയ്യും. ഓക്കെ, ഒരുപാട് പെട്ടെന്ന് വളരും, ഒരുപാട് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും, റൈറ്റ്? ഇപ്പോഴാണെങ്കിൽ നമ്മൾ ഈ പെറ്റ്സ് ആയിട്ടൊക്കെ പല ടോട്ടോയ്സിനെയും പല ആമകളെയും ഒക്കെ നമ്മൾ വളർത്തുന്നുണ്ട്, ചില ഫിഷുകളെയൊക്കെ വളർത്തുന്നുണ്ട്, റൈറ്റ്? അപ്പൊ പലപ്പോഴും ഇത് പിന്നെ നോക്കാൻ പറ്റാതെ വരുമ്പോൾ ഇവരിതിനെ ഉപേക്ഷിക്കുകയാണ്. ഇത് അപ്പോൾ വാട്ടർ ബോഡീസിലൊക്കെ ഇതിനെ ഉപേക്ഷിക്കും. പക്ഷെ എന്താ സംഭവിക്കുക, ഓരോ പീരീഡ് ഓഫ് ടൈം ഇവര് എന്തായിരിക്കും, മൾട്ടിപ്ലൈ ചെയ്യും, ഇവരുടെ എണ്ണം വളരെ കൂടും, റൈറ്റ്? അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇവരൊക്കെ കൂടുതലായിട്ട് ചിലപ്പോൾ നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള വെറൈറ്റീസിനെയൊക്കെ കൺസ്യൂം ചെയ്യും, റൈറ്റ്? ചില ഫിഷ് ഒക്കെ ഉണ്ട്, ലോക്കൽ ആയിട്ടുള്ള ചെറിയ മീനുകളൊക്കെ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കും, അങ്ങനത്തെ ഫിഷസ് ഒക്കെ ഉണ്ട്, റൈറ്റ്? സോ ഇങ്ങനെയുള്ള സ്പീഷീസുകളാണ് നമ്മൾ ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് എന്ന് പറയുന്നത്. അവര് വന്നു കഴിഞ്ഞാൽ ബയോഡൈവേഴ്സിറ്റി ലോസ് ഉണ്ടാവും, മറ്റ് സ്പീഷീസിനെ എക്സ്റ്റെൻഡ് ആക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം കോമ്പറ്റീഷൻ വരിക, ഒരേ റിസോഴ്സസിന് വേണ്ടിയിട്ട് പല സ്പീഷീസ് തമ്മിൽ കോമ്പീറ്റ് ചെയ്യും. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഫുഡ് സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാക്കും, റൈറ്റ്? സോ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ വരുന്നതോറും എന്തായിരിക്കും, ഇങ്ങനെയുള്ള ഇൻവേസീവ് ഏലിയൻ സ്പീഷീസിന് ക്ലൈമറ്റ് ചേഞ്ച് വന്നാലും അതിനെയൊക്കെ ഓവർകം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, റൈറ്റ്? സോ അവരെങ്ങനെയെങ്കിലുമൊക്കെ സർവൈവ് ചെയ്ത് അവിടെ പിടിച്ചു നിൽക്കും. നമ്മുടെ നാട്ടിലെ സ്പീഷീസ് ഒക്കെ എക്സ്റ്റെൻഡ് ആവും ആ ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ. സോ ദാറ്റ് ഈസ് ദ ഇഷ്യൂ ഓഫ് ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ്. എക്സാമ്പിൾസ് ആണ് ആഫ്രിക്കൻ സ്നെയിൽ, ലൻറ്റാന, യൂക്കാലിപ്റ്റസ്, പൊർപ്പോസസ് ജൂലിഫ്ലോറ. ഈ പൊർപ്പോസസ് ജൂലിഫ്ലോറ എന്ന് പറയുന്ന പ്ലാന്റ് ഒക്കെ ഇന്ത്യയില് നമ്മളെ വനവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുള്ളതായിരുന്നു, റൈറ്റ്? ലൈക്ക് വെറുതെ കിടക്കുന്ന തരിശ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഈ പർട്ടിക്കുലർ പ്ലാന്റിനെ നട്ടുപിടിപ്പിച്ചു. പക്ഷെ ഇന്നത് കാട്ടിലെ ബാക്കി സ്പീഷീസിനെയൊക്കെ എന്ത് ചെയ്തു, കൊന്നൊടുക്കി കൂടുതൽ ഏരിയാസിലേക്ക് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മുടെ കേരളത്തിലെയും തമിഴ്നാട്ടിലെയൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ പർട്ടിക്കുലർ പ്ലാന്റിനെ മുറിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അതായത് ഇത് വേരോടെ പിഴുത് കളഞ്ഞാൽ മാത്രമേ ഇത് നശിച്ചു പോകത്തുള്ളൂ. ഇത് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും തളർത്ത് വരും. ദെൻ വാട്ടർ ഹയാസിൻസ്, ഇതൊക്കെയാണ് നമ്മൾ കാണപ്പെടുന്ന, നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് കാണപ്പെടുന്ന ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ്. ഓക്കെ, ഇനി ചില സ്പീഷീസ് നമ്മൾ ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ് എന്ന് വിളിക്കാറുണ്ട്. ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അംബാസഡർ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്പീഷീസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യക്ക് നമുക്കൊരു നാഷണൽ അനിമൽ ഉണ്ട്, അല്ലെ? ടൈഗർ ഉണ്ട്, റൈറ്റ്? അപ്പൊ ഈ ടൈഗറിനെ കൺസർവ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ലൈക്ക് ടൈഗറിനെ കൺസർവ് ചെയ്യണം, ടൈഗറിന്റെ ഹാബിറ്റാറ്റ് കൺസർവ് ചെയ്യണം, അല്ലെ? ടൈഗർ കഴിക്കുന്ന ഫുഡ് കൺസർവ് ചെയ്യണം. അപ്പൊ അതായത് ഡിയേഴ്സിനെ കൺസർവ് ചെയ്യണം, റൈറ്റ്? അങ്ങനെയൊക്കെയുള്ള സ്പീഷീസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അംബാസഡർ സ്പീഷീസ് അല്ലെങ്കിൽ ഒരു ഐക്കൺ സ്പീഷീസ് ആയിട്ട് നമ്മൾ എടുക്കുന്ന സ്പീഷീസ് ആണ് ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ്. അതായത് ബൈ ഫോക്കസിങ് ഓൺ ആൻഡ് അച്ചീവിങ് കൺസർവേഷൻ ഓഫ് ദാറ്റ് സ്പീഷീസ്, ദ സ്റ്റാറ്റസ് ഓഫ് മെനി അതർ സ്പീഷീസ് വിച്ച് ഷെയർ ഇറ്റ്സ് ഹാബിറ്റാറ്റ് or are vulnerable to the same threats are also being improved. അതായത് നമ്മളൊരു ഫോറസ്റ്റില് ടൈഗറിനെ കൺസർവ് ചെയ്യാൻ വേണ്ടി അതിനൊരു ടൈഗർ റിസർവ് ആക്കി മാറ്റി അവിടെ നമ്മൾ കൺസർവേഷൻ ചെയ്യുവാണെങ്കിൽ
അവിടെയുള്ള ബാക്കി ആനിമൽസും എന്താവും, ഓട്ടോമാറ്റിക്കലി എന്താവും, പ്രൊട്ടക്റ്റഡ് ആവും അല്ലെ. ടൈഗറിനെ മാത്രമാണോ നമ്മൾ അവിടെ കൺസർവ് ചെയ്യുന്നത്? അല്ല അല്ലെ. ടൈഗർ കൺസ്യൂം ചെയ്യുന്ന ഡിയറിനെ കൺസ്യൂം ചെയ്യുന്നുണ്ട്, അല്ല സോറി കൺസർവ് ചെയ്യുന്നുണ്ട്, റൈറ്റ്. ബാക്കി ആനിമൽസ് ഓട്ടോമാറ്റിക്കലി അവിടെ കൺസർവേഷൻ കിട്ടും. അതിനെയാണ് നമ്മൾ ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ് എന്ന് വിളിക്കുന്നത്. സോ ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു കീസ്റ്റോൺ സ്പീഷീസ് ആവാം, ചിലപ്പോൾ അത് കീസ്റ്റോൺ സ്പീഷീസ് ആവണമെന്നില്ല, റൈറ്റ്. ഒരു ഐക്കൺ ആയിട്ട് നമ്മൾ എടുക്കുന്ന സ്പീഷീസ് ആണ്. അങ്ങനെ നമുക്ക് കുറേ സ്പീഷീസുകളുണ്ട്. ഇപ്പം പാൻഡ അല്ലെ. പാൻഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻഡ ബാംബു ആണ് കൺസ്യൂം ചെയ്യുന്നത്. അപ്പൊ പാൻഡനെ കൺസ്യൂം ചെയ്യണമെങ്കിൽ ആ ബാംബു ഫോറസ്റ്റിലുള്ള ബാക്കി സ്പീഷീസുകളും ഓട്ടോമാറ്റിക്കലി കൺസേർവ് ആവും. എലഫന്റിനെ കൺസർവ് ചെയ്യുമ്പോൾ എലഫന്റ് കൺസർവേഷനിൽ വരുന്ന റീജിയനിലുള്ള ബാക്കി ആനിമൽസും പ്ലാന്റ്സും എല്ലാം കൺസർവ്ഡ് ആവും, റൈറ്റ്. സോ ദാറ്റ് ഈസ് ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ്. ഒരു ഐക്കൺ ആയിട്ട്, ഒരു അംബാസഡർ ആയിട്ട് ആക്ട് ചെയ്യുന്ന സ്പീഷീസ് ആണ് ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ്. ഓക്കെ, അല്ലെങ്കിൽ കരിസ്മാറ്റിക് സ്പീഷീസ് എന്നൊക്കെ വേണമെങ്കിൽ ഇവരെ നമുക്ക് വിളിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് അഗെയിൻ അംബ്രല്ല സ്പീഷീസ്. ഓക്കെ, അംബ്രല്ല സ്പീഷീസ് മുമ്പേ പറഞ്ഞ പോലെ തന്നെയാണ്. ഓക്കെ, അതായത് ഇവരൊരു ലൈക്ക് എന്താ പറയുക, ഇവരുടെ ഒരു പ്രസൻസ് ഉണ്ടെങ്കിൽ എന്താ, ലൈക്ക് ഇവരുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ ബാക്കി ഒരുപാട് സ്പീഷീസ് അവിടെ ഉണ്ടാവും. അപ്പോൾ കീസ്റ്റോൺ സ്പീഷീസ് എന്ന് വേണമെങ്കിലും വിളിക്കാം. ഓക്കെ, സിമിലർ ആണ്. ഓക്കെ, so keystone species and umbrella species are pretty similar. However, umbrella species are typically migratory and require vast habitat. അത്ര ഉള്ളു വ്യത്യാസം. ഓക്കെ, സോ അംബ്രല്ല സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ കീസ്റ്റോൺ സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഇവരുടെ പ്രസൻസ് അവിടെ ആവശ്യമാണ്. സോ ഇവരെ പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, ലൈക്ക് ബാക്കി സ്പീഷീസുകൾക്കും ബെനിഫിറ്റ് ഉണ്ട്. അതാണ് ജനറൽ ഐഡിയ. പക്ഷേ കീസ്റ്റോൺ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്ഥലത്ത് ഒതുങ്ങിക്കൂടുന്ന സ്പീഷീസ് ആണ് കീസ്റ്റോൺ സ്പീഷീസ്. അംബ്രല്ല സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി മൈഗ്രേറ്ററി ആയിട്ടുള്ള സ്പീഷീസിനെയാണ് നമ്മൾ അംബ്രല്ല സ്പീഷീസ് എന്ന് വിളിക്കുന്നത്, റൈറ്റ്. ഓക്കെ, അതായത് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഒരു സ്പീഷീസ് നമ്മൾ എടുത്തു, റൈറ്റ്. ഒരു ബട്ടർഫ്ലൈ. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ ബട്ടർഫ്ലൈ ബേ ചെക്കർ സ്പോട്ട് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞ ബട്ടർഫ്ലൈ ഇതൊരു മൈഗ്രേറ്ററി ആയിട്ടുള്ള ബട്ടർഫ്ലൈ ആണ്. സോ ഈ ബട്ടർഫ്ലൈ പോകുന്ന സ്ഥലങ്ങൾ നമ്മൾ കൺസർവ് ചെയ്യുകയാണെങ്കിൽ എന്താ, അവിടുത്തെ ബാക്കി സ്പീഷീസിനും അതിന്റെ പ്രയോജനം കിട്ടും. സോ അങ്ങനെയുള്ള സ്പീഷീസുകളെയാണ് നമ്മൾ അംബ്രല്ല സ്പീഷീസ് എന്ന് വിളിക്കുന്നത്. കീസ്റ്റോൺ സ്പീഷീസും ഇതേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്, പക്ഷെ എന്താ ലിമിറ്റഡ് ഏരിയ ആണ്. അംബ്രല്ല സ്പീഷീസ് എന്താ ലാർജ് ഏരിയ ആണ്, ബിക്കോസ് ദേ ആർ മൈഗ്രേറ്ററി ഇൻ നേച്ചർ. അതാണ് വ്യത്യാസം വരുന്നത്, റൈറ്റ്. ഇനി ചില സ്പീഷീസിനെ നമ്മൾ ഫൗണ്ടേഷണൽ സ്പീഷീസ് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, ഫൗണ്ടേഷണൽ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താ, അബണ്ടന്റ് ആയിട്ടുള്ള സ്പീഷീസ് ആയിരിക്കും യൂഷ്വലി. ദേ ആർ ഓൾസോ കോൾഡ് ആസ് ദ എഞ്ചിനീയേഴ്സ് ഓഫ് ദ എക്കോസിസ്റ്റം, റൈറ്റ്. കാരണം അവരാണ് ഈ ലൈക്ക് എക്കോസിസ്റ്റത്തിന്റെ ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യുന്നത്, അതിനെ ക്രിയേറ്റ് ചെയ്യുന്നതും അതിനെ മെയിൻ്റനൻസ് ചെയ്യുന്നതും ഒക്കെ ആരാ, ഈ ഫൗണ്ടേഷണൽ സ്പീഷീസ് ആണ്, റൈറ്റ്. സോ ദേ ഫിസിക്കലി ഓൾട്ടർ ദ എൻവയൺമെന്റ് ആൻഡ് ക്രിയേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ദ ഹാബിറ്റാറ്റ്സ് ദാറ്റ് ബെനിഫിറ്റ് അതർ ഓർഗാനിസംസ്. നമ്മൾ സക്സഷൻ എന്ന് പറയുന്ന കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. സോ സക്സഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പ്രൈമറി ആൻഡ് സെക്കൻഡറി സക്സഷൻ ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. സോ പ്രൈമറി സക്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്പീഷീസ് ആദ്യം അവിടെ എത്തി കോളനൈസ് ചെയ്ത് മറ്റ് സ്പീഷീസിന് അവിടെ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്കാക്കി മാറ്റും, റൈറ്റ്. അപ്പൊ അങ്ങനെയുള്ള സ്പീഷീസ് ഒക്കെ ഫൗണ്ടേഷണൽ സ്പീഷീസിനകത്ത് വരുന്ന. ഫോർ എക്സാമ്പിൾ നമ്മുടെ കടലിലാണെങ്കിൽ മറൈൻ എക്കോസിസ്റ്റം ആണെങ്കിൽ കെൽപ്പ് എന്ന് പറയുന്ന കെൽപ്പ് ഫോറസ്റ്റുകളുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ. ചില ആൽഗേസ് ഉണ്ട്. ഓക്കെ, സോ ആൽഗേസ് ഉണ്ട്, പ്ലാന്റ്സ് ഉണ്ട്, ഫൈറ്റോപ്ലാങ്ക്ടൺസ് ഉണ്ട്, റൈറ്റ്, കോറൽസ് ഉണ്ട്. ഇതൊക്കെ ഫൗണ്ടേഷണൽ സ്പീഷീസ് ആയിട്ട് വരുന്നതാണ്, റൈറ്റ്. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് എ ഹെൽത്തി ബയോഡൈവേഴ്സിറ്റി. ഓക്കെ, ബയോഡൈവേഴ്സിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്, റൈറ്റ്. ഇറ്റ് സപ്പോർട്ട് ബയോഡൈവേഴ്സിറ്റി ബെറ്റർ ആണെങ്കിൽ എന്താ, വെറൈറ്റി ഓഫ് പ്ലാന്റ് സ്പീഷീസ് ഉണ്ടാവും, ആനിമൽ സ്പീഷീസ് ഉണ്ടാവും, റൈറ്റ്. അപ്പൊ അങ്ങനെ ഒരുപാട് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഉണ്ടെങ്കിൽ എന്താ ഗുണം, എക്കോസിസ്റ്റം ബാലൻസ് ഉണ്ടാവും അല്ലെ. ഫുഡ് ചെയിനും ഫുഡ് വെബും എഫക്റ്റ് ഒക്കെ ഭയങ്കര പ്രോപ്പറായിട്ട് നടക്കും. ദെൻ ബ്രേക്ക് ഡൗൺ ഓഫ് പൊല്യൂട്ടൻസ്, നമ്മൾ റിലീസ് ചെയ്യുന്ന പൊല്യൂട്ടൻസ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ന്യൂട്രിയൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ പ്രോപ്പർലി ബ്രോക്കൺ ഡൗൺ ആയി ന്യൂട്രിയൻസ് ആയിട്ട് മാറും. ആ ന്യൂട്രിയൻ സൈക്ലിംഗ് എഫക്റ്റീവ് ആവും. ദെൻ ക്ലൈമാറ്റിക് സ്റ്റെബിലിറ്റി ഉണ്ടാവും അല്ലെ, ലൈക്ക് ഒരു പ്രോപ്പർ ക്ലൈമറ്റ് ഉണ്ടാവും, റൈറ്റ്. ഇതൊക്കെയാണ് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ. ഇനി വാട്ട് ആർ ദ കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റി എന്തൊക്കെ കാരണത്താൽ പോകാം. നാച്ചുറൽ ആയിട്ടുള്ള ഡിസ്റ്റർബൻസ് കാരണം അല്ലെ, ലൈക്ക് ഇപ്പൊ സുനാമി ഉണ്ടാവുന്നു, എർത്ത് ക്വേക്ക് ഉണ്ടാവുന്നു, ഒരു വോൾക്കാനിക് ആക്ടിവിറ്റി ഉണ്ടാവുന്നു, റൈറ്റ്. സോ ഇതൊക്കെ വന്നു കഴിയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക, അവിടെ ബയോഡൈവേഴ്സിറ്റി ലോസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം യൂഷ്വലി നാച്ചുറൽ ആയിട്ടുള്ള ബയോഡൈവേഴ്സിറ്റി ലോസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ടെമ്പററി ആയിട്ടുള്ള ഇവന്റ് ആണ്. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പെട്ടെന്ന് തന്നെ അത് റീസ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും.
ഇനി ആന്ത്രപ്പോജനിക് ആയിട്ടുള്ള കോസസ് ഉണ്ട്, മാൻമെയ്ഡ് ആയിട്ടുള്ള കോസസ് ഉണ്ട്, റൈറ്റ്. അങ്ങനെ വരുന്ന ബയോഡൈവേഴ്സിറ്റിയാണ് നമ്മൾ പെർമനന്റ് ബയോഡൈവേഴ്സിറ്റി ലോസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദേ ആർ ഓഫൺ പെർമനന്റ് ഇൻ നേച്ചർ, ആന്ത്രപ്പോജനിക് കോസസ്, റൈറ്റ്. ദെൻ നമുക്ക് ഹാബിറ്റാറ്റ് ലോസ് ഉണ്ട്, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്, ഓക്കെ, ഏലിയൻ സ്പീഷീസ് വരുന്നതുണ്ട്, സെക്കൻഡറി എക്സ്റ്റൻഷൻ ഉണ്ട്. ഇതൊക്കെ എന്താ, ഇതൊക്കെ ബയോഡൈവേഴ്സിറ്റി ലോസിന് കാരണമാകുന്ന കാരണങ്ങളാണ്, റൈറ്റ്. സോ ഈ നാലെണ്ണത്തിനാണ് നമ്മൾ ഈവിൽ ക്വാഡ്രന്റ് എന്ന് വിളിക്കുന്നത്. ഹാബിറ്റാറ്റ് ലോസ്, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഏലിയൻ സ്പീഷീസിന്റെ ഇൻവേഷൻ ആൻഡ് സെക്കൻഡറി എക്സ്റ്റൻഷൻ. സോ ദീസ് ആർ നോൺ ആസ് ദ ഈവിൽ ക്വാഡ്രന്റ്. ഓക്കെ. ദെൻ ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്ന ഇഷ്യൂ ഉണ്ട്. ഫ്രാഗ്മെന്റേഷൻ ഉദ്ദേശിക്കുന്നത് എന്താ, അതായത് ഫോർ എക്സാമ്പിൾ ഒരു ലാർജ് ഫോറസ്റ്റ് ആണെന്ന് വിചാരിക്കുക, അതിന് നടുക്കൂടെ റോഡ് വരുവാണ്. എന്ത് സംഭവിക്കുന്നത്, ഈ രണ്ട് പാർട്ടുള്ള അനിമൽസിന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനായിട്ട് പറ്റാതെ വരും, റൈറ്റ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ, രണ്ട് സൈഡിലെയും ക്വാളിറ്റി കുറയും ഈ ഫോറസ്റ്റിന്റെ, റൈറ്റ്. ദെൻ ഓവർ എക്സ്പ്ലോയിറ്റ്, നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാവാം. ദെൻ വൈൽഡ് ലൈഫ് ട്രേഡ് കാരണം ഓക്കെ അനിമൽസ് സ്മഗിൾ ചെയ്യുന്നതാവാം. ഓക്കെ. ദെൻ പൊല്യൂഷൻ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, ഇതൊക്കെ ബയോഡൈവേഴ്സിറ്റി ലോസിന് കാരണമാകുന്ന കാര്യങ്ങളാണ്. ഓക്കെ. കോൺസിക്വൻസസ് എന്താ, ബയോഡൈവേഴ്സിറ്റി ലോസ് വന്നാൽ ലൈവ്ലിഹുഡിനെ ബാധിക്കും. നമ്മളെങ്ങനെയാണ് ബാധിക്കുന്നത്, നമ്മുടെ ലൈവ്ലിഹുഡിനെ ബാധിക്കും. കാരണം പല റിസോഴ്സസ് നമുക്ക് എൻവയൺമെന്റിൽ നിന്നാണ് കിട്ടുന്നത്, അല്ലെ. നമ്മുടെ ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ സെക്യൂരിറ്റി പ്രശ്നം വരും, അല്ലെ. അപ്പം ലൈക്ക് ഫോറസ്റ്റ് ഒക്കെ ക്വാളിറ്റി പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ അനിമൽസ് ഒക്കെ നാട്ടിലേക്ക് വരും. സോ ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്റ്റ് വരും, അല്ലെ. ഇപ്പൊ നമ്മൾ ഒരുപാട് അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ആന വരുന്നതും ടൈഗർ വരുന്നതും പുലി ഇറങ്ങുന്നതും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, റൈറ്റ്. സോ ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്റ്റ് വരും. സോ ശരിക്കും എന്താ സംഭവിക്കുന്നത്, ഇപ്പൊ നമ്മൾ കാട് വെട്ടിത്തെളിച്ച് അവിടേക്കൊക്കെ അർബൻ ഏരിയാസ് എക്സ്പാൻഡ് ചെയ്യുന്നത്, അല്ലെ. ഇപ്പൊ നമ്മൾ ഭയങ്കര ക്ലോസ് ആവും. പണ്ട് കാടും നാടും തമ്മിൽ എന്തുണ്ട്, സെപ്പറേഷൻ ഉണ്ടായിരുന്നു, റൈറ്റ്. അല്ലെങ്കിൽ കൂടുതൽ അകലം ഉണ്ടായിരുന്നു. ആ അകലം കുറഞ്ഞു വരുന്നതോറും എന്താ പ്രശ്നം, എന്താ, നമ്മൾ ഈ ആനിമൽസുമായിട്ട് അടുത്തടുത്ത് വരുവാണ് ചെയ്യുന്നത്. അപ്പൊ എന്തായിരിക്കും, സൂനോട്ടിക് ഡിസീസസ് ഒക്കെ, ഫോർ എക്സാമ്പിൾ നിപ്പ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു, അല്ലെ. എന്തായിരുന്നു, ഫ്രൂട്ട് ബാറ്റിൽ നിന്ന് വന്നിട്ടുള്ളൊരു വൈറസ് ആയിരുന്നു, അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സൂനോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താ, ആനിമൽസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഡിസീസുകളെയാണ് നമ്മൾ സൂനോട്ടിക് എന്ന് പറയുന്നത്, റൈറ്റ്. അപ്പൊ നമുക്കറിയാവുന്ന ഒരുപാട് ഡിസീസസ് ലൈക്ക് HIV ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിപ്പ ആയിക്കോട്ടെ, ഇതൊക്കെ എവിടുന്നാണ് വരുന്നത്, ആനിമൽസിൽ നിന്നാണ് ഹ്യൂമൻസിലേക്ക് വന്നിട്ടുള്ളത്. സോ അങ്ങനെയൊക്കെ ഉള്ള ഡിസീസസ് വരാനുള്ള സാധ്യത കൂടുതലാണ്.